വെൽക്കം ബാക്ക്. ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയുടെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പല ടോപ്പിക്സ് ഉണ്ട്. ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂൾസ് ഉണ്ട്, പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ ഉണ്ട്, എക്സ്പീരിയൻസ് ഓഫ് ബീങ് എ ബോയ് ഓർ ഗേൾ, അതുപോലെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ ഇൻ സ്കൂൾ, പിന്നെ ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ, വർക്കിംഗ് ടുവേർഡ്സ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ജനറൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണ്. പക്ഷേ ഈ പ്രോഗ്രസ്, ഈ രാജ്യത്ത് സംഭവിക്കുന്ന ഈ ഒരു പ്രോഗ്രസ് ഈക്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു ജെൻഡറാണ് വുമൺ. കാരണം അവരിപ്പോഴും അവരുടെ അഭിമാനം, ഡിഗ്നിറ്റി, സേഫ്റ്റി, ഇക്വാലിറ്റി ഇതിനൊക്കെ വേണ്ടി ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വുമൺ എന്ന് പറയുന്നത് എല്ലാ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയിലും ഉള്ള വിഭാഗം തന്നെയാണ്, അല്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ ഓർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഈ എല്ലാ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയിലുള്ള വുമണും സെയിം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഇൻസെക്യൂരിറ്റി, മാർജിനലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് എല്ലാം അവർ ഈക്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഒരു തലത്തിൽ മാത്രമല്ല പല തലത്തിലും അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, വയലൻസ്, അസേൾട്ട്, അബ്യൂസ്, സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, സ്റ്റാറ്റസിലുള്ള ഇൻഇക്വാലിറ്റി, റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം, മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷൻ, സ്ട്രെസ്സ്, ട്രോമ മീൻസ് ഒരു ഇവൻ്റ് ഉണ്ടായതിനു ശേഷം നമുക്ക് അനുഭവപ്പെടുന്ന അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ട്രോമ. ഇമോഷണൽ സഫറിങ്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്, വേജസിൽ ഇൻഇക്വാലിറ്റി ഉണ്ട്, ആൻഡ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. സെക്ഷൽ ആൻഡ് മോറൽ അബ്യൂസസ് നമ്മുടെ സൊസൈറ്റിയിൽ വൈഡ് സ്പ്രെഡ് ആണ്. ഇതിൽ പല ഇൻസിഡൻസും ഉണ്ട്, അൺറിപ്പോർട്ടഡ് പോലുമാണ്. ചിലപ്പോഴും എന്താ പറയുക, ഭയം കൊണ്ട്, അല്ലെങ്കിൽ ഫിയർ കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റിഗ്മ, അത് പുറത്തറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് കൊണ്ട്, ലാക്ക് ഓഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ കൊണ്ട് പലതും സമൂഹത്തിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം മീഡിയ പലപ്പോഴും ചില കേസസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ലാർജ് പോർഷൻ ഓഫ് വയലൻസ് ആൻഡ് ഇൻജസ്റ്റിസ് ഇപ്പോഴും ഹിഡൻ ആണ്, ഇപ്പോഴും പുറത്ത് വരുന്നില്ല. അത് പലപ്പോഴും ഇഗ്നോർഡാണ്, അതിനെ മനഃപൂർവ്വം തള്ളിക്കളയുന്നതാണ്. അപ്പോൾ അത് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഓഫ് ഒപ്രഷൻ. ഇപ്പോൾ ഇന്ന് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് അല്ല, പക്ഷെ അതിന് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഡീപ്പ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് തന്നെയുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പാട്രിയാർക്കൽ സിസ്റ്റമാണ്. ഇത് പുരുഷന്മാർക്ക് ഡോമിനൻസ് ആൻഡ് അതോറിറ്റി കൊടുക്കുകയാണ്. അവിടെ അവർ ഒരു എൻ്റെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് സെഞ്ച്വറീസ് വരെ ആയി. ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പാട്രിയാർക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ദേ ലിമിറ്റ്സ് വുമൻസ് ഫ്രീഡം ആൻഡ് ഓട്ടോണമി. സ്വന്തം അവർക്കൊരു സ്വാതന്ത്ര്യത്തിനുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക സ്വയം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ളൊരു ഫ്രീഡത്തിനെ തന്നെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിസോഴ്സസ്, ഇതിലേക്കുള്ള അവരുടെ അക്സസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും സോഷ്യൽ എക്കണോമിക് ലൈഫിൽ അവർക്ക് ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വുമൻ്റെ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി സപ്രസ്ഡ് ആണ് അക്രോസ് ജനറേഷൻസ്. ഇനി വേരിയസ് സ്പിയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവറി സ്പിയർ ഓഫ് ലൈഫിൽ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും എല്ലാ ഭാഗത്തിലും സ്ത്രീകൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അവർക്ക് കിട്ടുന്ന വേജസിൻ്റെ ഇതിലെ ഗ്യാപ്സ് ഉണ്ട്, ലിമിറ്റഡ് കരിയർ ഗ്രോത്ത് ആണ്. ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ന്യൂട്രീഷനിലേക്ക് അവർക്ക് അൺഈക്വൽ ആയിട്ടുള്ള അക്സസ് ആണുള്ളത്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡിനയൽ ഓർ റെസ്ട്രിക്ഷൻ ഇൻ ഓണർഷിപ്പ് ആൻഡ് ഇൻഹെറിറ്റൻസിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും അവർക്ക് പ്രോപ്പറായിട്ട് അതൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജെൻഡർ ഇൻഇക്വാലിറ്റി ഇപ്പോഴും പല സെക്ടറിലും നിലനിൽക്കുന്ന ഒന്നാണ്. അതായത് ആ പ്രോഗ്രസ് എന്ന് പറയുന്ന അൺഈവൺ ആണ്, എല്ലായിടത്തേക്കും എത്തുന്നില്ല, ആൻഡ് ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. അതുപോലെ തന്നെ ദ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ക്ലിയർലി റിഫ്ലെക്ട്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈവൻ ബിഫോർ ഇറ്റ്. നമുക്കറിയാം ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ ഈ സെക്സ് റേഷ്യോയിൽ സ്ത്രീകൾ കൂടുതലായിട്ടുണ്ടായിരുന്നത്, അത് കേരളമായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട്സ് പറയുന്നത് കേരളത്തിലും ഇപ്പോൾ സ്ത്രീകളുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് മെയിലിനേക്കാളും കുറവാണ്. അപ്പോൾ ഈ ഡിക്ലൈനിങ് ആയിട്ടുള്ള ഈ സെക്സ് റേഷ്യോ ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ബർത്തിന് മുമ്പ് തന്നെ തുടങ്ങുന്നു. കാരണം പല ഭാഗങ്ങളിലും പെൺകുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൊല്ലുന്നൊരു പ്രവണതയുണ്ട്, ബിക്കോസ് ഒരു പ്രിഫറൻസ് മെയിൽ ചിൽഡ്രന് കൊടുക്കുന്നുണ്ട്. ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൺ. അപ്പോൾ വുമൺ എന്ന് പറയുന്നത് ഈ ജെൻഡർ സ്പെസിഫിക് ക്രൈംസിൻ്റെ ഏറ്റവും വലിയ വിക്ടിമാണ്. കാരണം അവരെ ആ ഒരു ജെൻഡറിലെ അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ക്രൈംസിൽ റേപ്പ് ആൻഡ് സെക്ഷൽ അസോൾട്ട് വരുന്നുണ്ട്, കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, പിന്നെ ഡൗറി റിലേറ്റഡ് സ്ത്രീധന റിലേറ്റഡ് ആയിട്ടുള്ള വയലൻസ് ഡെത്ത്സ് വരുന്നുണ്ട്, മൊളസ്റ്റേഷൻ ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ് വരുന്നുണ്ട്, ടീസിങ് അതായത് പബ്ലിക്കായിട്ട് സ്ത്രീകളെ ഹറാസ് ചെയ്യുക, അതെല്ലാം വരുന്നുണ്ട്.
ഈ ക്രൈംസ് ഹൈലൈറ്റ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് വൈഡ് സ്പ്രെഡ് നേച്ചർ ഓഫ് വയലൻസ് ആണ് എഗെയിൻസ്റ്റ് വുമൺ ഇൻ സൊസൈറ്റി. ഇനി എന്താണ് റോൾ ഓഫ് പാട്രിയാർക്കി? പാട്രിയാർക്കി എന്ന് പറയുന്നത് മെയിൽ ഡോമിനൻസ് ആണ്, പുരുഷാധിപത്യമാണെന്ന് നമുക്ക് നേരത്തെ തന്നെ കണ്ടു. അപ്പോൾ ഇത് ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ ഡീപ്ലി എംബഡഡ് ആയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. ഇതൊരു സെൻട്രൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ജെൻഡർ ഇക്വാലിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും സ്ത്രീകളുടെ ചോയ്സസ്, അവരുടെ മൊബിലിറ്റി, അവരുടെ എന്താ പറയുക അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആണ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് റോൾസിലെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പാട്രിയാർക്കി എന്ന് പറയുന്നത് വുമൺസ് എംപവർമെൻറ്റിന് ഒരു മേജർ ഒബ്സ്റ്റാക്കിളാണ്, ഒരു മേജർ തടസ്സം സൃഷ്ടിക്കുന്നത് പാട്രിയാർക്കി തന്നെയാണ്. ഒരിക്കലും ആ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി പാട്രിയാർക്കി അവരെ സമ്മതിക്കുന്നില്ല. ട്രാഫിക്കിംഗ് ആൻഡ് വർക്ക് പ്ലേസ് ഇഷ്യൂസ്. ഇനി വുമണിന് നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഫോർ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അതായത് മനുഷ്യക്കടത്ത്, സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഏതെങ്കിലും ഒരു ജോലി വിത്തൗട്ട് ബീങ് പെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീകളെ കടത്തിക്കൊണ്ടു പോകുന്ന സംഭവങ്ങൾ, വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റ്, ഡിസ്ക്രിമിനേഷൻ, അൺഈക്വൽ പ്ലേ, ഡൊമസ്റ്റിക് വയലൻസ് വിത്തിൻ ഫാമിലീസ്. അപ്പോൾ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസസ് ഈ രണ്ടിടത്തും അവർ ഇൻസെക്യൂർ ആണ്, അവർക്ക് വേണ്ടത്ര സംരക്ഷണം കിട്ടുന്നില്ല, അവരുടെ ലൈഫിനെ അൺസേഫ് ആക്കുന്നുണ്ട്, ചലഞ്ചിങ് ആക്കുന്നുണ്ട്. അടുത്തത് ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പോൾ വുമൺ എക്സ്പ്ലോയിറ്റേഷൻ പല ഇൻ്റർ കണക്റ്റഡ് ഫോംസിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അതിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, റേപ്പ് ആൻഡ് സെക്ഷൽ വയലൻസ്, അബ്ഡക്ഷൻ, തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ്, തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വുമൺസ് ബോഡി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിഫൈഡ് ആണ്, അത് സെക്സിന് വേണ്ടി ഒരു ഉപഭോഗ വസ്തു മാത്രമായിട്ട് കാണുന്നതാണ്, കൺട്രോൾഡ് ആണ്, അവരുടെ അഭിമാനത്തിനെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള പല വയലേഷൻസും അവർ നേരിടുന്നുണ്ട്. ക്രിമിനൽ എക്സ്പ്ലോയിറ്റേഷൻ പോവുകയാണെങ്കിൽ റോങ്ഫുൾ ആയിട്ടുള്ള കൺഫൈൻമെൻറ്റ് വരുന്നുണ്ട്, ഫിസിക്കൽ അസോൾട്ട് ആൻഡ് മർഡർ വരുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് പോലും ജയിലിലടയ്ക്കുന്ന പ്രവണത. അതുപോലെ തന്നെ എക്സ്ട്രീം ഫോഴ്സസ് ഓഫ് വയലൻസ് ആൻഡ് ഇൻജസ്റ്റിസ് ഉണ്ട്. എക്കണോമിക് ആൻഡ് പ്രോപ്പർട്ടി റിലേറ്റഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിൽ പ്രോപ്പർട്ടി ഡിവിഷനൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഡിസോണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള രീതിയിലല്ല, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലല്ല അവർക്ക് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദർ ഇസ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസം പോലെ തകർക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഡൗറി എക്സ്റ്റോർഷൻ, ഇപ്പം കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ സ്ത്രീധനം എന്നുള്ള പേരിൽ വരുന്ന ഫാമിലിയിൽ നിന്നും മാക്സിമം എന്താ പറയുക, എക്സ്റ്റോർഷൻ മീൻസ് മാക്സിമം അവരുടെ നിന്ന് കിട്ടുന്ന അത്രയും പോരട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് ആളുകൾക്കുള്ളത്. സോ വുമണിന് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ല, അവരെപ്പോഴും മറ്റൊരാളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അടുത്തതാണ് സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, സ്ത്രീകളെ പലപ്പോഴും പൊതുസ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കുക, അവരെ ലൈംഗികമായി ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ നോംസ് ഇത്തരത്തിലുള്ള പ്രാക്ടീസസിനെ പലപ്പോഴും ജസ്റ്റിഫൈ ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് അവളുടെ മാനം ഭംഗപ്പെടുത്തുന്ന രീതിയിലോ മാനത്തെ ഹനിക്കുന്ന രീതിയിലോ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് പലപ്പോഴും സ്ത്രീകളുടെ തന്നെ കുറ്റമായിട്ടാണ് സമൂഹം പറയുന്നത്. കാരണം ഇവിടെ സ്ത്രീകൾക്ക് എന്ത് പൊസിഷനുള്ളൂ, സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനുള്ളൂ. ഇങ്ങനെ സ്ത്രീകളെ അക്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പുരുഷന്മാരോ അല്ലെങ്കിൽ പുരുഷാധിപത്യ മനോഭാവമുള്ള ആളുകളോ മാത്രമല്ല, അതിൽ ഒരു വലിയ മെജോറിറ്റിയും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കൊണ്ടുവരിക, എഡ്യൂക്കേഷനും എംപവർമെൻറ്റ് ഓഫ് വുമണും എല്ലാ ഫീൽഡിലും നടത്തുക. അടുത്തത് കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസ് ഓഫ് ബീങ് എ ബോയ് ഓർ ഗേൾ. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ച് നമ്മൾ 1900s മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഡിഫറെൻറ്റ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് എന്ന് പറയാം. ഈ ഡിഫറൻസസ് പ്രധാനമായിട്ടും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ഫീച്ചേഴ്സ്, ഒന്ന് തിങ്കിങ്, റീസണിങ്, ലേണിംഗ് എബിലിറ്റീസ്, സോഷ്യൽ വരുന്നുണ്ട്, ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ, പേഴ്സണൽ ഫീച്ചേഴ്സിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് സെൽഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഡിഫറൻസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് മേജർ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സെക്സ് ഡിഫറൻസസ് ഉണ്ട്. രണ്ട് സോഷ്യലൈസേഷൻ പ്രോസസ്സ്. ദാറ്റ് മീൻസ് ഈ ജെൻഡർ റോൾസ് ആളുകൾ സൊസൈറ്റിയിൽ നിന്നും ലേൺ ചെയ്യുന്നു. അപ്പോൾ സൊസൈറ്റി പലപ്പോഴും എങ്ങനെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെ വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ തിങ്ക് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹൗ ദേ പെർസീവ് ദംസെൽസ്, എങ്ങനെയാണ് അവരെ തന്നെ കാണുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഇതൊരു ബയോളജിക്കൽ മാത്രമല്ല, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ അറൗണ്ട് ആണ്. ഇനി അടുത്ത അഡീഷണൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നോക്കുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ പല ഫാമിലീസിലും വുമണിന് ഒരു സബോർഡിനേറ്റ് പൊസിഷനാണ്, അതായത് പുരുഷന് താഴെ മാത്രമാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. അത് ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് സൊസൈറ്റൽ പ്രഷർ, അതായത് സ്ത്രീകളെ സൊസൈറ്റി വല്ലാത്തൊരു പ്രഷറിലേക്ക് കൊണ്ടുപോവാണ്. ദാറ്റ് ദേ ഹാവ് ടു ആക്സെപ്റ്റ് ദിസ് സ്റ്റാറ്റസ്, ഈ സ്റ്റാറ്റസിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ
ദുരിത ഫലങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാവും. അപ്പോൾ ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷറും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അടുത്തതാണ് വൈഫ് ബീറ്റിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. സ്ത്രീകൾക്കെതിരെ ഭാര്യ അടിക്കുക, ചെറിയ കാര്യത്തിന് പോലും വൈഫ് ബീറ്റിംഗ്. ഇറ്റ്സ് വൈഡ്ലി സീൻ ആസ് എ മേജർ ഡൊമസ്റ്റിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലം. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം ഒരു മേജർ ഡൊമസ്റ്റിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലമാണ്. മറ്റൊന്നാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആൻഡ് ഫിറ്റിസൈഡ്, അതായത് ഭ്രൂണഹത്യ, ഭ്രൂണഹത്യ. ഈ ഭ്രൂണഹത്യ ചെയ്യുന്നതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റിലൂടെ, പ്രഗ്നൻസി സംബന്ധമായ ടെസ്റ്റിലൂടെ സെലക്റ്റീവായിട്ട് അബോർഷൻ ചെയ്യുക, ദാറ്റ്സ് കോൾഡ് ഫീറ്റിസൈഡ്. അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷം കൊല്ലുക, ഇൻഫാൻറ്റിസൈഡ്. ഇതിന് പലപ്പോഴും എന്താണ് ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദി പ്രിഫർ മെയിൽ ചൈൽഡിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു എക്കണോമിക് ബർഡൻ ആണ്. അവർക്ക് ഭാവിയിൽ ഡൗറി കൊടുക്കേണ്ടി വരും, അവരെ കെട്ടിച്ചു വിടേണ്ടി വരും. അപ്പം അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായി കാണുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികളെ കൊല്ലുന്നൊരു പ്രവണതയുണ്ട്. അപ്പം ഈ പലപ്പോഴും ഒരു ലേറ്റ് സ്റ്റേജ് അബോർഷനാണ് ഈ ഒരു അമ്മ എന്ന് പറയുന്ന ആള് കടന്നു പോകേണ്ടി വരും. അത് പലപ്പോഴും അവരുടെ ബോഡിക്ക് തന്നെ ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ ആണ്. മറ്റൊന്നാണ് ഡൗറി. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഫസ്റ്റ് ലീഗൽ സ്റ്റെപ്പാണ് ടു കൺട്രോൾ ദ ഡൗറി സിസ്റ്റം എന്ന് പറയാം. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഡൗറി പ്രൊഹിബിഷൻ അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട് 1984. ഡൗറി പ്രൊഹിബിഷൻ ബില്ല് വന്നിട്ടുണ്ട് 1986. ഇത് ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്നത് ലീഗലി അത് ഇല്ലീഗലാണ്. ലീഗലി മീൻസ് ലീഗലി ഡിഫൈൻഡ് ആസ് ആൻ ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ പ്രാക്ടീസ് ആണ്. അതിന് ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ വൈഡ്ലി പ്രാക്ടീസ്ഡ് ആണ്. അത് പലപ്പോഴും സ്ത്രീകളെ ഹരാസ് ചെയ്യുന്ന രീതിയിലേക്കും എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്ന രീതിയിലേക്കും നടക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസും ഡൗറി റിലേറ്റഡ് ഡെത്ത്സും കൂടി വരികയാണ്. അപ്പോൾ ഡൗറി സിസ്റ്റവും ഈ സബോർഡിനേറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദ സൊസൈറ്റിയെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. ഇപ്പോൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഇൻ സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റി പല ജെൻഡർ സ്റ്റീരിയോ ടൈപ്സും സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് ബോയ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ബോയ്സ് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഒരു വഴക്കിലോ മറ്റോ ഇടപെടുകയാണെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സൊസൈറ്റി പോകുന്നത്. ഗേൾസ് ഇമോഷണൽ ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കണം. ഇപ്പോൾ റിസർച്ച് പറയുന്നത് ഈ സ്റ്റീരിയോ ടൈപ്സ് പാർഷ്യലി ട്രൂ ആണ്. പക്ഷേ പലപ്പോഴും ഓവർ ജനറലൈസേഷൻസും ഒരിക്കലും യൂണിവേഴ്സലി അപ്ലിക്കബിൾ അല്ലാത്ത കാര്യങ്ങളും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി ലെവൽസ് ആൻഡ് പ്ലേ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ബോയ്സിന് ഒരു ഹയർ ആക്ടിവിറ്റി ലെവൽസ് ഉണ്ട് ഫ്രം ഇൻഫാൻസി, ജനിച്ച ഉടനെ തന്നെ. പിന്നെ ഔട്ട്ഡോർ പ്ലേയും റഫ് ആക്ടിവിറ്റീസുമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ലാർജ് ഫിസിക്കൽ സ്പേസസിലുള്ള ആക്ടിവിറ്റീസിലാണ് അവർക്ക് ഇൻട്രസ്റ്റ്. ഗേൾസിനാണെങ്കിൽ കുറച്ചും കൂടി കൺട്രോൾഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റിയും ഫൈൻ മോട്ടോർ കോർഡിനേഷണൽ ആക്ടിവിറ്റീസാണ് ലാർജ്ലി അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ ഡിഫറൻസസ് ഏജ് അനുസരിച്ച് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ പാറ്റേൺസും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പ്ലോറേഷൻ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരും ന്യൂ ഒബ്ജക്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷെ ഡിഫറെൻറ്റ് വേസിലാണ്, പല രീതിയിലാണെന്ന് മാത്രം. ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ കൂടുതൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ ലൈക്ക് ടച്ചിങ്, ഹാൻഡ്ലിങ് ഒബ്ജക്ട്സ് ഒക്കെയാണ് ഇഷ്ടം. അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷനാണ് അവർ കാണിക്കുന്നത്. ഗേൾസിന് കുറച്ചും കൂടി വിഷ്വൽ ഒബ്സർവേഷൻ ആണ്, ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിഷ്വൽ ഒബ്സർവേഷൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ കെയർഫുള്ളി എൻഗേജ് ചെയ്യുന്നതിന് മുമ്പ് വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് അലോൺ ആണെങ്കിൽ ബോയ്സ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യും, കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും. ഗേൾസിന് കുറച്ചും കൂടി ഇൻട്രാക്ഷനും സപ്പോർട്ട് ഫ്രം അതേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് അഡൾട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അഗ്രഷൻ ആൻഡ് അസർട്ടീവ്നെസ് നോക്കുകയാണെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹാം ചെയ്യണം അല്ലെങ്കിൽ ഉപദ്രവിക്കണം എന്ന് വെച്ചിട്ടുള്ളൊരു ബിഹേവിയറിനെ നമുക്ക് അഗ്രഷൻ എന്ന് പറയാം. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു എക്സ്പ്രസ് വൺ സെൽഫ് കോൺഫിഡൻ്റ്ലി. നമുക്ക് വേണ്ട കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയുന്നൊരു സ്വഭാവ സവിശേഷതയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബോയ്സിന് കുറച്ചും കൂടി ഫിസിക്കൽ അഗ്രഷനാണ്, ഇടിക്കുക, തല്ലുക, വഴക്കുണ്ടാക്കുക. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ബോയ്സിന് അതുപോലെ തന്നെ ഹയർ ലെവൽസ് ഓഫ് അസർട്ടീവ്നെസ് ഉണ്ട്, ബട്ട് ദ ഗ്യാപ്പ് ഈസ് സ്മോളർ. ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പല കൾച്ചേഴ്സിലും പല സ്റ്റഡീസിലും കാണാവുന്ന ഒന്നാണ്. ഇനി പ്രോ സോഷ്യൽ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ, ഹെൽപ്പിംഗ് നേച്ചർ നോക്കുകയാണെങ്കിൽ റിസർച്ച് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നും ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇല്ല. പക്ഷെ പലപ്പോഴും ഗേൾസിനെയാണ് കൂടുതൽ ഹെൽപ്ഫുള്ളും കോപ്പറേറ്റീവും എംപത്തറ്റിക് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ആക്ച്വൽ ബിഹേവിയറിൽ വളരെ ഡിഫറൻസ് ഒന്നും ഇല്ല. പ്രോ സോഷ്യൽ ബിഹേവിയറിൽ കീ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഗേൾസ് ദേ സീക്ക് ആൻഡ് റിസീവ് ഹെൽപ്പ് മോർ ഓഫൺ, കൂടുതലായിട്ട് ഹെൽപ്പ് റിസീവ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗേൾസ് മേ ബി മോർ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് സോഷ്യലി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതും ഗേൾസ് ആണ് എന്നുള്ള രീതിയിൽ. ഇൻഫ്ലുവൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ
ബോയ്സ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചും കൂടെ ഡയറക്റ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക, ത്രെഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഗേൾസിന് കുറച്ചും കൂടെ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ്, അത് വെർബലി ആണ് അവരൊരു കാര്യം നേടിയെടുക്കാൻ നോക്കുക. അൺസക്സസ്ഫുൾ ആണെങ്കിൽ കുറച്ച് വിത്ത്ഡ്രോ എഫേർട്സ് ആണ് ഇടുക. അതായത് ഇപ്പം ലൈക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല, നിരാഹാരം കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ കുറച്ചും കൂടി വിത്ത്ഡ്രോ എഫേർട്സ് ആണ് അവരിടുന്നത്. ഇമോഷണൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ റിസർച്ച് പറയുന്നത് ബോയ്സ് കുറച്ചും കൂടെ ഇമോഷണലി റിയാക്റ്റീവ് ആണ്. ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ആണ്. പക്ഷേ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് ബോയ്സിനെ നമ്മൾ എന്ത് പഠിപ്പിക്കുകയാണ്, അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. എക്സെപ്റ്റ് ആങ്കർ, ദേഷ്യം ഒഴികെ ബാക്കിയെല്ലാം സപ്രസ് ചെയ്യാനാണ് ബോയ്സിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതിൽ അത്ര സ്കില്ല് കിട്ടുന്നില്ല, ദേ ആർ ലെസ് സ്കിൽഡ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ അഡോളസെൻസ്. അപ്പോൾ അഡോളസെൻസ് ആകുന്നതോടുകൂടി ഈ ഡിഫറൻസസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഗേൾസിന് കുറച്ചും കൂടെ ഡിപ്രഷനോ ആങ്സൈറ്റി ഒക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. സൂയിസൈഡിനുള്ള അറ്റംപ്റ്റ്സ് കൂടുതലായിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ബോയ്സ് എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ് അത്ര എക്സ്പ്രസ് ചെയ്യില്ല, എസ്പെഷ്യലി സാഡ്നെസ്, ഗിൽറ്റ് ഓർ ഷെയിം. എന്തെങ്കിലും ഗിൽറ്റ് ഫീലിംഗ് ഓർ ഷെയിം, നാണക്കേട്, ഇതൊന്നും അവർ അത്ര പെട്ടെന്ന് കാണിക്കില്ല. അതുപോലെ തന്നെ ദേ ആർ ഓൾസോ മോർ ലൈക്ലി ടു കമ്മിറ്റ് സൂയിസൈഡ്. അത് ഗേൾസ് അറ്റംപ്റ്റ് ചെയ്യുള്ളൂ, പക്ഷെ അത് കമ്മിറ്റ് ചെയ്യാനുള്ള കൂടുതൽ ടെൻഡൻസി ബോയ്സിനാണെന്നാണ് പറയുന്നത്. കാരണം ബോയ്സ് അവരുടെ ഇമോഷൻസ് ഒക്കെ സൈലൻ്റ് ആയിട്ടാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ സോഷ്യൽ ബിഹേവിയർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ജെൻഡർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറൻസസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അത് ഫിക്സ്ഡ് അല്ല. ബിഫോർ പ്യൂബർട്ടി നോക്കുകയാണെങ്കിൽ ബോയ്സിനും ഗേൾസിനും കൂടുതൽ സിമിലാരിറ്റി ആണുള്ളത് റാദർ ദാൻ ഡിഫറൻസ്. പക്ഷേ ഈ ഡിഫറൻസസ് പിന്നീട് ആഫ്റ്റർ പ്യൂബർട്ടി സോഷ്യൽ എക്സ്പെക്റ്റേഷൻസും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങും ജെൻഡർ റോൾസൊക്കെ കാരണം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഡെവലപ്മെൻറ്റൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബോയ്സും ഗേൾസും മെച്ചർ ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ ചൈൽഡ്ഹുഡിലാണെങ്കിൽ ബോയ്സ് കുറച്ചും കൂടെ ടോളർ ആൻഡ് ഹെവിയർ ആയിരിക്കും. അപ്പോൾ അറൗണ്ട് ഒരു 10 to 11 ആകുമ്പോഴത്തേക്കും ഗേൾസ് പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട്, ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ഒക്കെ ആണെങ്കിലും ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാം ഡ്യൂ ടു പ്യൂബർട്ടി. ബോയ്സ് പ്യൂബർട്ടിയിൽ കുറച്ചും കൂടെ കുറച്ചുകൂടെ ലേറ്റർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഏകദേശം 2 വർഷത്തെ ഡിലേ അവർക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവർ ക്യാച്ചപ്പ് ചെയ്യുകയും പിന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് കാര്യത്തിലൊക്കെ ഗേൾസിനെ സർപ്പാസ് ചെയ്യുമ്പോൾ ഓവർകം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഗേൾസിന് 6-7 വയസ്സാകുമ്പോൾ തന്നെ ഈ പ്യൂബർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് വരുന്നതായിട്ട് കാണാം. ലേണിംഗ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ഷോ ഡിഫറൻസസ് ഇൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലും ചെറിയ ഡിഫറൻസുകൾ വരുന്നുണ്ട്. ഗേൾസിൽ 5-7 വയസ്സാകുമ്പോൾ തന്നെ ഈ ബ്രെയിൻ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ അക്കാദമിക്കലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗേൾസിന് കുറച്ചും കൂടെ ബെറ്റർ ഹിയറിംഗ് എബിലിറ്റി ഉണ്ട്. അപ്പോൾ ലേണിംഗ് ഒക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കുറച്ചും കൂടെ എന്ന് പറയുന്നുണ്ട്. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിഫറൻസസിലാണെങ്കിൽ ബോയ്സ് വൺ സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് പലപ്പോഴും അവർ ടാസ്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒബ്ജക്റ്റീവ് ആൻഡ് ഫാക്ട് ബേസ്ഡ് ഇൻഫർമേഷൻ ആണ് അവർ കൂടുതലായിട്ടും പ്രോസസ്സ് ചെയ്യുന്നത്. ഗേൾസ് എന്ന് പറയുന്നത് ദേ യൂസ് ബോത്ത് സൈഡ്സ് ഓഫ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ അവിടെ തിങ്കിങ്ങും ഉണ്ട്, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. ഗേൾസ് നന്നായി ലേൺ ചെയ്യുന്നത് എപ്പോഴാണ്, ഇൻഫർമേഷൻ കുറച്ചും കൂടെ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ കൊടുക്കുമ്പോഴാണ് ഗേൾസ് കുറച്ചും കൂടെ ലേൺ ചെയ്യുന്നത്. ബോയ്സിനാണെങ്കിൽ വളരെ ചുരുങ്ങി ഭയങ്കര പാക്ഡ് ഇൻഫർമേഷനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അക്കാദമിക് പെർഫോമൻസ് ആൻഡ് കോൺഫിഡൻസ് നോക്കുകയാണെങ്കിൽ ഗേൾസിന് ബെറ്റർ ആയിട്ട് അക്കാദമിക്കലി പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും ലെസ് കോൺഫിഡൻ്റ് ആയിരിക്കും, സെൽഫ് ക്രിട്ടിക്കൽ, സ്വയം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ബോയ്സ് കുറച്ചും കൂടെ ഹയർ കോൺഫിഡൻസ് കിട്ടും. അതുപോലെ തന്നെ ഓവർ എസ്റ്റിമേറ്റഡ് എബിലിറ്റീസ് ആണ് അവർക്ക് ഉണ്ടാവുക. സോഷ്യൽ പ്രഷർ കൊണ്ട് തന്നെ പല പെൺകുട്ടികളും അവരുടെ പെർഫോമൻസിൽ ലിമിറ്റ് ചെയ്യും. അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് എപ്പോഴും ഫിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ബോയ്സിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് ചാപ്റ്ററിൽ പറയുന്നത് ജെൻഡർ ഇൻ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്, ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ ഇൻ സ്കൂൾസ്. അപ്പം എങ്ങനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ നടക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് വളരെ ഏർലി അല്ലെങ്കിൽ ഒരു ഫോർമേറ്റീവ് സ്റ്റേജ് ഓഫ് ലൈഫ് മുതൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഗ്രാജുവലി അല്ലെങ്കിൽ മെല്ലെ തന്നെ അവർ പഠിക്കുകയാണ്. മെൻ, വുമൺ, ഹൗ ദേ ആർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, എന്താണ് അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, എന്ത് ബിഹേവിയർ ആണ് ഓരോ ജെൻഡറിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൺസിഡർ ചേരുന്നത് എന്നുള്ളത്. റോൾ ഓഫ് സ്കൂൾസ് ഇൻ ജെൻഡർ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ സ്കൂൾസ് എന്ന് പറയുന്നത് പവർഫുൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ജെൻഡർ ഐഡൻറ്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അവരെന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ജെൻഡർ റോൾസിനെ കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അവരുടെ പിയർ ഗ്രൂപ്പ് സെയിം ഏജ് ഗ്രൂപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് ബിഹേവിയർ വരുന്നത്, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ പീരീഡ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ടൈമിലാണ് ഇവർക്കൊരു സെൽഫ് അവയർനെസ്സും ഐഡൻറ്റിറ്റി ഫോർമേഷനൊക്കെ നടക്കുക. പിയർ ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആവുന്ന ഒരു പീരീഡും കൂടിയാണ് ഈ ഹൈസ്കൂൾ പീരീഡ്.
ഇനി എക്സ്പ്രഷൻ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഡോളസെൻസിൽ കുട്ടികൾ കുറച്ചും കൂടെ അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ ചിലർ ചെയ്യുന്നത് ത്രൂ കൺഫോമിറ്റി ആയിരിക്കും. കൺഫോമിറ്റി മീൻസ് എന്താണോ സോഷ്യൽ ഫോം നോംസ് അത് ഫോളോ ചെയ്യും. അപ്പോൾ ഗേൾസ് ചിരിക്കാൻ പാടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ തല കുമ്പിട്ട് കിടക്കണം എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അവർ ഫോളോ ചെയ്യും. നോൺ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ എന്താ, ഇപ്പോൾ മുടി നീട്ടി വളർത്തണം എന്നാണെങ്കിൽ ചിലപ്പോൾ മുടി കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഗേൾസ് ഇന്ന ഡ്രസ്സ് ഇടുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ആ ഡ്രസ്സായിരിക്കില്ല ഇടുക, അവർ ചിലപ്പോൾ മെയിൽ ജെൻഡറിന് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും ഇടുക. അപ്പം നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരെ പോകുന്നൊരു നോൺ കൺഫോമിറ്റി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇനി ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷണൽ റോൾസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പം ചില സ്റ്റുഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ എക്സ്പെക്റ്റഡ് ജെൻഡർ റോൾസിലേക്ക് ഫിറ്റ് ചെയ്യും. ചിലർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനെ അംഗീകരിക്കുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെ നോൺ കൺഫേം ചെയ്യുന്നത്, ഇങ്ങനെ അംഗീകരിക്കാത്ത കുട്ടികൾക്ക് എന്ത് പറ്റും, അവർ പലപ്പോഴും ബുള്ളിങ്ങും ഹറാസ്മെൻ്റ് ഒക്കെ നേരിടേണ്ടി വരും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. എസ്പെഷ്യലി ഗേൾസിനെ പലപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും ജഡ്ജ് ചെയ്യുന്ന അവരുടെ പിയർ ഗ്രൂപ്പ് തന്നെയായിരിക്കും. ഇങ്ങനെ കൺഫേം ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും പലപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുകയും ജഡ്ജ് ചെയ്യുകയും തരുന്നത്. ഈ ഹറാസ്മെൻറ്റ് എവിടേക്ക് നിന്നൊക്കെ വരാം, കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന്, സ്റ്റുഡൻസിൽ നിന്ന് തന്നെ വരാം, പിയർ പ്രഷറായിട്ട് വരാം, അഡൾട്ട്സിൽ നിന്ന് വരാം, ടീച്ചേഴ്സ് ഓർ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് വരാം. ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് ക്ലാസ് റൂം എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ എത്തുമ്പോൾ അവർക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും ഓഫ് ബീങ് എ ബോയ് ഓർ ഗേൾ. പിന്നീട് സ്കൂളാണ് ഈ ഐഡൻറ്റിറ്റിയെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് കൂടുതൽ ഡീപ്പായിട്ട് മാറ്റുന്നത്. ഇപ്പോൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്തിനുള്ളൊരു സ്പേസായി മാറുകയാണ്, ടു ലേൺ ഹൗ ടു ബിഹേവ് ആസ് എ മെൻ ഓർ വുമൺ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു ഗേൾ ഓർ ബോയ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് മാറാണ്. ഇനി ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ സ്കൂൾസ്. ഇപ്പോൾ സ്കൂൾസിൽ ബോയ്സിനും ഗേൾസിനും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും. ഇത് നടക്കുന്നത് സ്കിൽ ട്രെയിനിങ്, ടീച്ചർ എക്സ്പെക്റ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ ഗേൾസിനൊക്കെ കുറച്ചും കൂടെ കെയർ ഗീവിങ് റോൾസിലേക്ക് എൻകറേജ് ചെയ്യാം. ബോയ്സിനെ സ്ട്രെങ്ത് ആൻഡ് മെസ്കുലിനിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. റോൾ ഓഫ് സിംഗിൾ സെക്സ് ക്ലാസ് റൂം ആൻഡ് സ്കൂൾസ്. ഇപ്പോൾ സിംഗിൾ സെക്സ് ക്ലാസ് റൂംസിലാണെങ്കിൽ ഈ ജെൻഡർ ഡിഫറൻസസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ആ സിസ്റ്റത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നാച്ചുറലി ദേ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഡിഫറൻസുകളെ കൂടുതലായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇത്തരം സ്കൂളുകളുടെ ഉദ്ദേശം തന്നെ. അപ്പോൾ അഡ്വാൻറ്റേജസ് ക്ലെയിംഡ് ബൈ സിംഗിൾ സെക്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവർ ഇതിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഇത്തരത്തിലുള്ള സിംഗിൾ സെക്സ് എഡ്യൂക്കേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ബെറ്റർ അക്കാദമിക് പെർഫോമൻസ് ആയിരിക്കും, എസ്പെഷ്യലി ഫോർ ഗേൾസ്. പിന്നെ ഈ ഡിസ്ട്രാക്ഷനും ഹരാസ്മെൻറ്റും ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ മോർ കോൺഫിഡൻസ് ഇൻ നോൺ സ്റ്റീരിയോടിപ്പിക്കൽ സബ്ജക്ട്സ് അവർക്ക് കിട്ടും. ഇപ്പോൾ കുറച്ചും കൂടെ മെയിൽ ഡോമിനേറ്റഡ് സബ്ജക്ട്സ്, അതായത് ഇപ്പോൾ നമ്മൾ പറയും സയൻസ് ഒക്കെ ബോയ്സിനാണ് കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുക. അപ്പോൾ സിംഗിൾ സ്കൂൾ ആകുമ്പോൾ ഈ എല്ലാ സബ്ജക്റ്റിലും അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ കുറയ്ക്കുന്നുണ്ട്. റിജിഡ് ജെൻഡർ റോൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോയ്സ് സ്കൂൾസ് ആണെങ്കിൽ അവർ എംഫസൈസ് ചെയ്യുന്നത് സ്പോർട്സും മസ്കുലിനിറ്റി ആയിരിക്കും. അപ്പോൾ പലപ്പോഴും അതൊരു ഹെജിമോണിക് മസ്കുലിനിറ്റിയിലേക്ക് നയിക്കും. ഈ ബോയ്സ് സ്കൂളിൽ പഠിച്ച കുട്ടികളിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഐഡൻറ്റിറ്റി ആയിരിക്കും വരാം. ഇനി അടുത്തത് ജെൻഡർ ഡൈക്കോട്ടമി ഇൻ എഡ്യൂക്കേഷൻ. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ബൈനറി ഡിവിഷൻ, അതായത് ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ഡിവിഷനാണ്. അപ്പോൾ സ്കൂൾസ് പലപ്പോഴും ഒരു ബൈനറി ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബോയ്സ് ഗേൾസ്. അപ്പോൾ അവിടെ സ്റ്റീരിയോ ടൈപ്പിംഗ് നടക്കും, അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നടക്കും, ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. ഇതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ചലഞ്ച് ജെൻഡർ ബേസ്ഡ് ഡിവിഷൻസ് നമ്മൾ ചലഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ദേ ആർ ഓൾസോ ലിങ്ക്ഡ് വിത്ത് റേസ്, ക്ലാസ് ആൻഡ് എത്തനിസിറ്റി, അതിനെയും ചലഞ്ച് ചെയ്യണം. ഹിഡൻ കരിക്കുലം ആൻഡ് ജെൻഡർ മെസ്സേജസ്. ഇപ്പോൾ ടീച്ചർ അൺഇൻറ്റൻഷനലി ആണെങ്കിൽ പോലും, ഇൻറ്റൻഷനലി ഒരു അൺഇൻറ്റൻഷനലി, അത് മനഃപൂർവ്വം അല്ലാതെയോ ഒരു ജെൻഡർ മെസ്സേജസ് ഒക്കെ കൊടുക്കും. അത് അവരുടെ ടീച്ചിങ് സ്റ്റൈലായിരിക്കാം, ക്ലാസ് റൂം ഇൻട്രാക്ഷനിലായിരിക്കാം, എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ കരിക്കുലം മെറ്റീരിയൽസ് പലപ്പോഴും ജെൻഡർ സ്റ്റീരിയോടൈപ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവാം. വുമണിനെ ഹോം മേക്കേഴ്സ് ആയിട്ട് കാണിക്കാം, മെന്നിനെ ലീഡേഴ്സ് ഓർ വർക്കേഴ്സ് ആയിട്ട് കാണിക്കാം. ഇത് കുട്ടികൾ എന്ത് ചെയ്യും, ഇൻറ്റേർണലൈസ് ചെയ്യും. ഈ മെസ്സേജസിനെ അവർ മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ജെൻഡേർഡ് ആറ്റിറ്റ്യൂഡ്സ് അവർ ഡെവലപ്പ് ചെയ്യും. അവരുടെ ബിലീഫ്സും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അബൌട്ട് റോൾസ് ആൻഡ് എബിലിറ്റീസ്. ഇത് അവരുടെ പ്രിഫറൻസുകളെ, ബിഹേവിയറിനെ, കരിയർ ചോയ്സിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് കൾച്ചറൽ നോംസിൽ പറയുകയാണ്, സ്കൂൾസ് പലപ്പോഴും എന്ത് റീഇൻഫോഴ്സ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൾച്ചറൽ ജെൻഡർ നോംസ് റീഇൻഫോഴ്സ് ചെയ്യാം. അത് നമ്മുടെ ട്രഡീഷണൽ റോൾസിനെയും ജെൻഡർ ഇൻഇക്വാലിറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റിയെയും ഫോഴ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. ഇനി എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ജെൻഡർ ഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് സ്കൂൾസ് പ്രൊമോട്ട് ചെയ്യണം. ടീച്ചേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യണം. സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ അവോയ്ഡ് ചെയ്യണം. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ടീച്ചറുടെ റോൾ എന്താണ്, ഈ ഹിഡൻ ആയിട്ടുള്ള ജെൻഡർ ബയസസ് അല്ലെങ്കിൽ മുൻവിധികളെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, സ്വയം അവെയർ ആയിരിക്കുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് റൂം പ്രാക്ടീസസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എല്ലാ ജെൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിസിപ്പേഷൻ ഈക്വൽ ആണെന്നുള്ളത് ഉറപ്പാക്കുക. ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് കൊടുക്കുക.
ജെൻഡർ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ സ്കൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് പോയിന്റ്സ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ റിപ്പീറ്റഡ് പോയിന്റ്സ് ഐ വിൽ ബി അവോയ്ഡിങ്. ഇപ്പോൾ ജെൻഡർ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ്, ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഫോർമേറ്റീവ് ഇയേഴ്സ്, അതായത് ഒരു കുട്ടിയുടെ പഠനകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റർണലൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സൊസൈറ്റി പുരുഷനെയും സ്ത്രീയെയും നിർവചിക്കുന്നു എന്നുള്ളത്, എന്താണ് എക്സ്പെക്റ്റഡ് റോൾസ് ആൻഡ് ബിഹേവിയർ, എങ്ങനെയാണ് സോഷ്യലി അക്സെപ്റ്റഡ് നോംസ് ആൻഡ് വാല്യൂസ്, ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബയോളജിക്കൽ മാത്രമായിട്ടുള്ള ഒരു വ്യത്യാസമല്ല, അത് സോഷ്യലി ഇൻഫ്ലുവൻസ്ഡും കൂടിയാണ്. ഇനി സ്കൂൾസ് എന്ന് പറയുന്നത് കീ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സ്കൂൾസ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷേപ്പിംഗ് ജെൻഡർ ഐഡൻറ്റിറ്റി ആഫ്റ്റർ ഫാമിലി. ഫാമിലിക്ക് ശേഷം ഈ ഒരു കോൺസെപ്റ്റിനെ ഷേപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫോർമൽ കരിക്കുലം, അതായത് സബ്ജക്ട്സിലൂടെ, ടെക്സ്റ്റ് ബുക്സിലൂടെ. പിന്നെ വരുന്നത് ഹിഡൻ കരിക്കുലം, വാല്യൂസ്, നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസിലൂടെ, പിയർ ഇൻട്രാക്ഷൻസിലൂടെ, സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ. ഇപ്പോൾ സ്കൂൾസ് കുട്ടികളെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഈ ജെൻഡർ റിലേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ റോൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് അഡോളസൻസ് ആൻഡ് ഹൈസ്കൂൾ. അപ്പോൾ ഹൈസ്കൂൾ ഇയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഫോർ സെൽഫ് അവയർനെസ് ആണ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഉണ്ട്, പിയർ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അഡോളസൻസ് പല ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസുമായിട്ട് എക്സ്പീരിമെൻറ്റ് ചെയ്യും. അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള ആളുകളുടെ അക്സെപ്റ്റൻസ്, അവരാൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നുള്ളത് ആഗ്രഹിക്കും, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഇനി ഫോംസ് ഓഫ് ജെൻഡർ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു. എക്സ്പ്രസ് ചെയ്യുന്നത് കൺഫോമിറ്റി ആവാം, നോൺ കൺഫോമിറ്റി ആയിരിക്കാം, ട്രാൻസ്ഗ്രഷൻ ആയിരിക്കാം. അപ്പോൾ ചില സ്റ്റുഡൻസ് ഇതിലേക്ക് ഫിറ്റ് ആവും, അതേഴ്സ് എന്താവും, ഇതിൽ അലൈൻ ചെയ്യുന്നില്ലെങ്കിൽ അവർ ഡിഫിക്കൽട്ടായിട്ട് തന്നെ ഫേസ് ചെയ്യും. നോൺ കൺഫോമിറ്റിയുടെ കോൺസിക്വൻസസ് കണ്ടതാണ്. ബുള്ളിയിങ്, സോഷ്യൽ ഹറാസ്മെൻറ്റ് ആൻഡ് എക്സ്ക്ലൂഷൻ വരാം. സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യാം, അവരെ വേർതിരിച്ച് കാണാം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താം. അപ്പോൾ പർട്ടിക്കുലർലി ഗേൾസ് ആണ് പലപ്പോഴും മോണിറ്റർ ചെയ്യപ്പെടുന്നതും ജഡ്ജ് ചെയ്യപ്പെടുന്നതും. ഹാരാസ്മെൻറ്റ് പിയർ ഗ്രൂപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ അതോറിറ്റി ഫിഗേഴ്സിൽ നിന്നായിരിക്കാം. ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ജെൻഡേർഡ് സ്പേസ് ആണ്. പലപ്പോഴും ക്ലാസ് റൂംസ് ന്യൂട്രൽ അല്ല, ഇതൊരു ജെൻഡേർഡ് എൻവയോൺമെൻറ്റ് തന്നെയാണ്. ഇവിടെയാണ് കുട്ടികൾ ലേൺ ചെയ്യുന്നത് വാട്ട് ഇറ്റ് മീൻസ് ടു ബി മസ്കുലിൻ എന്താണ്, ഫെമിനിൻ എന്താണ്, പുരുഷനായിരിക്കുക, സ്ത്രീ ആയിരിക്കുക, പുരുഷത്വം, സ്ത്രീത്വം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്കൂൾസ് ഈ ജെൻഡറിനെ ഷേപ്പ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ പാറ്റേൺസിലൂടെയും ടാസ്ക് അലോക്കേഷനിലൂടെയും ടീച്ചർ ബിഹേവിയറിലൂടെയാണ്. ഈ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീ എൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ബോയ്സും ഗേൾസും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഡിഫറെൻറ്റ് എക്സ്പെക്ടേഷൻസ് ആണ്, ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് എൻകറേജ്മെൻറ്റ് ലെവൽസ് ആണ്. ഗേൾസിനെ കുറച്ചും കൂടെ കെയർ ഗീവിങ്ങിനും നീറ്റ്നെസ്സിനും വേണ്ടി എൻകറേജ് ചെയ്യും. ബോയ്സിനെ ലീഡർഷിപ്പിനും സ്ട്രെങ്ത്തിനും വേണ്ടി എൻകറേജ് ചെയ്യും. സിംഗിൾ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസ് എന്താണ്? ബോയ്സും ഗേൾസും നാച്ചുറലി ഡിഫറെൻ്റ് ആണ്, സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ്: അക്കാദമിക് പെർഫോമൻസ്, റെഡ്യൂസസ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഹറാസ്മെൻറ്റ്, എൻകറേജസ് ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ സബ്ജക്ട്സ്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു, സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ജെൻഡേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നു, റിജിഡ് റോൾസ് ലൈക്ക് ബോയ്സ് സ്പോർട്സും ഡോമിനൻസിനും വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നു, ഗേൾസിനെ റോൾസ് നർച്ചറിങ് റോൾസിലേക്കാണ് കൂടുതലായിട്ടും ഇതാക്കുന്നത്. ഇപ്പോൾ ജെൻഡർ ഡൈക്കോട്ടമി നോക്കുകയാണെങ്കിൽ ഒരു ബൈനറി വ്യൂ ഓഫ് ജെൻഡർ ഉണ്ട്, മെയിൽ വേഴ്സസ് ഫീമെയിൽ. ഇത് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്, സ്റ്റീരിയോടൈപ്പിംഗ്, ഇൻഇക്വാലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിറ്റി ഇൻ ജെൻഡർ ഐഡൻറ്റിറ്റീസിനെ എന്നാൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇനി ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞാൽ അൺസ്പോക്കൺ ലെസൺസ് ടോട്ട് ഇൻ സ്കൂൾസ് ആണ്. ഇതിൽ ഓരോ കുട്ടിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ജെൻഡർ റോൾസ്, പവർ റിലേഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഹിഡൻ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ബോയ്സിനെ കൂടുതലായി സംസാരിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്. ഗേൾസിനെ എപ്പോഴും ക്വയറ്റ് ആയിരിക്കാൻ, സൈലൻ്റ് ആയിരിക്കാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റോൾസ് ഓഫ് ടീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ആണ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏജൻസ് ഇൻ ക്ലാസ് റൂം. അവരാണ് ഈ ലേണിംഗ് എൻവയോൺമെൻറ്റിനെ ഷേപ്പ് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് ബിഹേവിയർ ആൻഡ് ഐഡൻറ്റിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അൺനോയിങ്ലി ആണെങ്കിൽ പോലും പലപ്പോഴും അവർ മുൻപോട്ട് വയ്ക്കുന്നുണ്ടാവും ജെൻഡർ ബയസസ്, ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവിധികൾ. ഇപ്പോൾ ടീച്ചർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഇമ്പാക്ട്. ടീച്ചറുടെ വിശ്വാസങ്ങൾ കുട്ടികളുടെ പെർഫോമൻസിനെയും കോൺഫിഡൻസിനെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബോയ്സിനെ നമ്മൾ നാച്ചുറലി എക്സ്പെക്ട് ചെയ്യും മാത്സിലും സയൻസിലും എക്സൽ ചെയ്യണം. ഇപ്പോൾ ഗേൾസ് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഒബീഡിയൻ്റ് ആയിരിക്കണം. ഈ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ബിക്കം സെൽഫ് ഫുൾഫില്ലിംഗ് ആയി മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ നമ്മൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ അവരത് നേടാൻ വേണ്ടി ഇപ്പം എക്സൽ ചെയ്യണം, കാരണം അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് അതൊരു സത്യമായി ഒരു റിയാലിറ്റി ആയി തന്നെ മാറുകയാണ്. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോൾ സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് മെൻ ആൻഡ് വുമൺ ഷുഡ് ബി. കുട്ടികളുടെ ചോയ്സിനെ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പൊട്ടൻഷ്യലിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ ഐഡൻറ്റിറ്റി ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്
കൺസ്ട്രക്ട് ജെൻഡർ. അവരെങ്ങനെയാണ് ജെൻഡറിനെ കാണുന്നത്? ഡെയിലി ഇൻട്രാക്ഷനിലൂടെ, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസിലൂടെ. ഇതിൽ പലപ്പോഴും ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ വരാം, പിയർ ഇൻട്രാക്ഷൻ വരാം. ഇപ്പോൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ അതിൽ സ്കൂൾ റിഫ്ലക്ട് ചെയ്യുന്ന ഈ സൊസൈറ്റൽ നോംസും ഇൻഇക്വാലിറ്റീസുമാണ്. അപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ക്ലാസ് റൂംസിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റീരിയോടൈപ്പ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കും പല ട്രഡീഷണൽ റോൾസിനെയും റീഇൻഫോഴ്സ് ചെയ്യാം. മെൻ പ്രൊഫഷണൽസ് ആണ്, വുമൺ ഹോം മേക്കേഴ്സ് ആണ്. ഇതിനെയൊക്കെ കുട്ടികൾ ഈ ജെൻഡർ മെസ്സേജിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അവർ ബിലീഫ്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. ഇക്വാലിറ്റിയും ഇൻക്ലൂസീവ്നെസ്സിനെയും പ്രൊമോട്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള ബയസുകൾ അല്ലെങ്കിൽ മുൻവിധികൾ, ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം. ഒരു സേഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. എക്സ്പീരിയൻസ് ഓഫ് ബീങ് എ ബോയ് ഓർ ഗേൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. എന്താണ് നേച്ചർ ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് നോക്കാം. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ പല കാരണങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒന്ന് പോവേർട്ടി ആവാം, കാസ്റ്റ് സിസ്റ്റം ആവാം, റൂറൽ അർബൻ ഡിഫറൻസസ് ആവാം. എന്തായാലും ജെൻഡർ ബയസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് സോഷ്യൽ ക്ലാസ്സിലും, ലോവർ, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച്, അഫ്ലുവൻറ്റ്, എല്ലാത്തിലും നമുക്ക് ഈ ഒരു ജെൻഡർ ബയസ് കാണാം. ഇനി എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഗേൾസിന് ലെസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആണ്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഈ ഒരു ഗ്യാപ്പ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എത്തുമ്പോഴത്തേക്കും കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഇന്ത്യയിലെ മൊത്തം കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. ഈ ദ റോൾ ഓഫ് സോഷ്യൽ ഐഡിയോളജീസ്. പലപ്പോഴും സൊസൈറ്റി സ്ത്രീകളെ ഡിഫൈൻ ചെയ്യുന്നത് ഹോം മേക്കേഴ്സും കെയർ ഗീവേഴ്സും ആണ്. അപ്പോൾ പലപ്പോഴും അത് എന്തിനാ ഇപ്പോൾ ഒരുപാട് പഠിക്കുന്നത്, ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അവരുടെ മൊബിലിറ്റി അത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ബിഹേവിയറിനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി, പലപ്പോഴും ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുക, സിബ്ലിങ്സിനെ ഹെൽപ്പ് ചെയ്യുക, അത് അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ടൈമിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ആൻഡ് പ്രാക്ടിക്കൽ ബാരിയേഴ്സ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പാവപ്പെട്ട ഫാമിലീസ് ആണെങ്കിൽ അവർ ബോയ്സിൻ്റെ എഡ്യൂക്കേഷൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ ലെസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അവൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകേണ്ട ഒരാളാണല്ലോ, അപ്പോൾ അവൾ പഠിച്ചാലും നമുക്ക് ഗുണമില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്, വാട്ടർ, ഫ്യൂവൽ, ഇതെല്ലാം സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ബേർഡനെ, സ്കൂളിങ്ങിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇനി ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് മെഷേഴ്സ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ടോയ്ലറ്റ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പം പീരീഡ്സ് ടൈമത്തൊന്നും ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ പലതും മിസ്സാവുന്നുണ്ട്. അപ്പോൾ ബെറ്റർ വാട്ടർ സപ്ലൈ പോലും വേണം ഒരു പെൺകുട്ടിക്ക് നല്ലൊരു രീതിയിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ലീഗൽ മെഷേഴ്സ് ആണെങ്കിൽ ഗവൺമെൻറ് പല ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഈക്വൽ ആക്സസ് ഉണ്ട്, ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ എയിം. ലിറ്ററസി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫീമെയിൽ ലിറ്ററസി ഇൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ലിറ്ററസി ഇൻ ഇന്ത്യ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും മെയിൽ ലിറ്ററസിയേക്കാളും കുറവാണ്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി 65% ആണെങ്കിൽ മെയിൽ ലിറ്ററസി 82% ആണ്. അപ്പോൾ എഡ്യൂക്കേഷനിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പ് ഇതിലൂടെ നമുക്ക് കാണാം. ഇനി എൻറോൾമെൻറ്റ് ആൻഡ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗേൾസ് ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് എൻറോൾ ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി റീജിയണൽ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില സ്റ്റേറ്റ്സ്, കേരളം, മിസോറാം, ഇവരെല്ലാം യൂണിവേഴ്സൽ ഫീമെയിൽ ലിറ്ററസി, അതായത് ഗ്ലോബൽ ഫീമെയിൽ ലിറ്ററസിയുടെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. കാരണം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിലുമാണ്. ഇനി റോൾ ഓഫ് ലിറ്ററസി ഇൻ വുമൻസ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്നത് പലതും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു കീ ഫാക്ടറാണ്. സ്ത്രീകളുടെ സോഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എക്കണോമിക് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം എക്സാമ്പിൾ പറയണം, ഇപ്പോൾ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ പ്രോഗ്രസ്, അവിടെ ഹൈ ലിറ്ററസി അമംഗ് വുമൺ ഉള്ളത് വളരെയധികം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഡാറ്റ പ്രകാരം ഗേൾസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 26% ആണെങ്കിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ്. 50% ബോയ്സും സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹയർ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനും എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇനി ചേഞ്ചിങ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷനിൽ ഈ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡറി ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. റൂറൽ അർബൻ ആൻഡ് ഏജ് ബേസ്ഡ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൂറൽ ഏരിയാസിൽ, ഫോർ എക്സാമ്പിൾ പഞ്ചാബിലൊക്കെ ജെൻഡർ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 15-17 വയസ്സുള്ള കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് ബോയ്സിനേക്കാളും കൂടുതലാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എൻറോൾ ചെയ്യപ്പെടുന്ന സമയത്ത് ഗേൾസിന് പലപ്പോഴും ലോവർ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. കാരണം ബോയ്സിനെ പ്രൈവറ്റ് സ്കൂൾസിലേക്ക് അയക്കുമ്പോൾ ഗേൾസിനെ ഗവൺമെൻറ് സ്കൂൾസിലേക്കാണ് അയക്കുന്നത്. ഇനി ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്.
എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ലെവൽസ് ഓഫ് വുമൺ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വുമണിനാണ് കൂടുതലായിട്ട് മാൽ ന്യൂട്രീഷനും ഡിസീസസും വരുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് വുമണിന് ബെറ്റർ BMIയും ഹൈറ്റും ഹെൽത്ത് അവയർനെസ്സും ഉണ്ട്. ലിങ്ക് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ലിറ്ററസി. അപ്പോൾ എഡ്യൂക്കേഷൻ ഇതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലിറ്ററേറ്റ് വുമൺ ആണെങ്കിൽ കൂടുതൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ, അതായത് 56% വരുന്നുണ്ട്. ഇപ്പോൾ വുമൺ വിത്ത് ലീസ്റ്റ് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ലോവർ അനിമിക് റേറ്റ് ആണ് 40%. അത് എഡ്യൂക്കേഷൻ ആണ് ബെറ്റർ ഹെൽത്ത് ഔട്ട്കംസ്, അതായത് ബെറ്റർ ഹെൽത്ത് എഡ്യൂക്കേറ്റഡ് വുമൺ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്കൂളിംഗ്, ദ ഗോൾ ഓഫ് ജെൻഡർ പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ജെൻഡർ പാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലിംഗസമത്വം വിദ്യാഭ്യാസത്തിൽ. ഇപ്പോൾ ജെൻഡർ പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ എയിം ചെയ്തുകൊണ്ട് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് MDGs എന്ന് പറഞ്ഞൊരു പദ്ധതി 2015 ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഫുള്ളി അച്ചീവ്ഡ് അല്ല, കാരണം ജെൻഡർ ഇൻഇക്വാലിറ്റി ഇപ്പോഴും സ്കൂളിങ്ങിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് മെഷർമെൻറ്റ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി നോക്കുകയാണ്. ഇപ്പോൾ യൂണിസെഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറ്റൻഡൻസ് റേറ്റ്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ഒക്കെ വെച്ചാണ്. ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് മെഷർ ചെയ്യുന്നു, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആക്സസ് ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യേണ്ട കാര്യമുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് റേറ്റ്, ഇൻക്രീസ് ദ ഇംപ്രൂവ്മെൻറ്റ് റേറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ടു റീച്ച് ടാർഗറ്റ്സ്. ഇനി റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസസ്. ഇപ്പോൾ റൂറൽ ഇന്ത്യയിലെ ഗേൾസ് ആണ് ലെസ് എഡ്യൂക്കേറ്റഡ് ദാൻ ബോയ്സ്. ഈ ജെൻഡർ ഗ്യാപ്പ് കുറച്ചും കൂടെ വിസിബിൾ ആണ്. റീസൺസ് എന്താണ്, പോവർട്ടി, ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. ഇനി ബാരിയേഴ്സ് ടു ഗേൾസ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇൻഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ ഫെസിലിറ്റി, ടോയ്ലറ്റ്സ് ഉണ്ടാവില്ല, സാനിറ്ററി ഫെസിലിറ്റി ഉണ്ടാവില്ല, ഷോർട്ടേജ് ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ്, അതായത് മെയിൽ ടീച്ചേഴ്സ് കൂടുതലുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി പാരൻസ് പലപ്പോഴും ഓക്കെ ആയിരിക്കില്ല. ജെൻഡർ ബയസ് ഇൻ കരിക്കുലം, അപ്പോൾ വുമൺ വീക്കാണ്, ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിക്കുന്നു, മെൻ സ്ട്രോങ് ആണ്, സക്സസ്ഫുൾ ആണെന്ന് കാണിക്കുന്നു. പിന്നെ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗേൾസ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഫീമെയിൽ എഡ്യൂക്കേഷനിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പല ഫാമിലീസും ഇപ്പോഴും ഗേൾസ് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവർ പ്രിഫർ ചെയ്യുന്നത് ബോയ്സ് എഡ്യൂക്കേഷനാണ്. പ്രൈമറി ബോയ്സസ് ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ലെവലിൽ തന്നെ നമ്മൾ റിഡ്യൂസിങ് അറ്റ് പ്രൈമറി ലെവൽ, പ്രൈമറി ലെവൽ റിഡ്യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഡിസ്ക്രിമിനേഷൻ ഇൻക്രീസസ് ആസ് എ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസസ്, അതായത് എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കൂടുതൽ പോകുന്തോറും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൂടുതൽ വിസിബിൾ ആണ്. റോൾ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രിവിലേജ്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻകം ലെവലിനെയും സോഷ്യൽ സ്റ്റാറ്റസും ആണ്. ഇപ്പോൾ ഗേൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന അധികം കുട്ടികളും എക്കണോമിക്കലി സ്ട്രോങ് ഫാമിലീസ് എന്നുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുന്നത്. അടുത്ത വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നാണ്. വയലൻസ് ആൻഡ് ഹരാസ്മെൻറ്റ് പലപ്പോഴും ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രധാന തടസ്സം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പാരൻസ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് റെഡി ആവുന്നില്ല ഡ്യൂ ടു സേഫ്റ്റി കൺസേൺ. അൺസേഫ് ആയിട്ടുള്ള പബ്ലിക് സ്പേസസ് ആണ് പലപ്പോഴും സ്ത്രീകളോട് അൺസേഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു ശത്രുതാപരമായ ഒരു മനോഭാവം കാണിക്കുന്നുണ്ട്. അത് പെൺകുട്ടികളുടെ കോൺഫിഡൻസേയും മൊബിലിറ്റിയൊക്കെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ്. സേഫായിട്ട് സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കൂടുതൽ പ്രശ്നം ആവുന്നത് എപ്പോഴാണ്, സ്കൂൾ ഭയങ്കര ദൂരത്തിലാണ്, റൂറൽ ഏരിയാസിലൊക്കെ ഭയങ്കര കോമൺ ആണ് ഈ ഒരു ട്രാവൽ ഇഷ്യൂ. അത് കഴിഞ്ഞാൽ ക്വാളിറ്റി അറ്റൻഷൻ, ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റിക്ക് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, പലപ്പോഴും ലോവർ അറ്റൻഡൻസിലാണ് റിസൾട്ട് ചെയ്യുന്നത്. നീഡ് ഫോർ എംപവർമെൻറ്റ് മെഷേഴ്സ്. ഇപ്പോൾ ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഇപ്പോൾ സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്, സൈക്ലിംഗ് പ്രോഗ്രാംസ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാം, പക്ഷെ അത് രാജ്യത്തുടനീളം വൈഡ്ലി ഇംപ്ലിമെൻറ്റഡ് അല്ല. റിസർവേഷൻസ് ഫോർ ഫീമെയിൽ സ്റ്റുഡൻസ്. ഇപ്പം നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ NFE പ്രോഗ്രാമിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 40% ഓഫ് സെൻറ്റേഴ്സും ഫീമെയിൽസിന് വേണ്ടി റിസീവ്ഡ് ആണ്. 10% എക്സ്ക്ലൂസീവ്ലി ഗേൾസിനാണ്. 2000 കൂടി 0.3 മില്യൺ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്തു. ഏകദേശം 7.42 മില്യൺ കുട്ടികൾക്ക് വേണ്ടി അത് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൽ 0.12 മില്യൺ സെൻറ്റേഴ്സും എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് ആണ്. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ചില സ്റ്റേറ്റ്സ് ലൈക്ക് ഒറീസ, ഒഡീഷ ഒക്കെ 30% സീറ്റോളം സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ കോളേജ്. ഇനി പോളിസി ഇനീഷ്യേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വുമൺ, ഫോർ IIT ഫോർ വുമൺ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രപ്പോസൽസ് ഇപ്പോഴും അപ്രൂവ്ഡ് അല്ല. 1990s മുതലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ലിറ്ററസിയിൽ ഇൻക്രീസ് ഉണ്ട്, സ്കൂൾ എൻറോൾമെൻറ്റിൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഇപ്പോഴും ചലഞ്ചസ് ഉണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇപ്പോഴും ഗേൾസിന് വേണ്ടിയിട്ടുള്ളത് മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ സൊസൈറ്റി ഇപ്പോഴും മെയിൽ എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി എഡ്യൂക്കേഷൻ ഓഫ് SC/ST നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സ്കൂൾസ് അറ്റൻഡ്, ഒരു ലാർജ് നമ്പർ ഓഫ് SC/ST ചിൽഡ്രൻ ആൻഡ് ഗേൾസ് ഗവൺമെൻറ് സ്കൂൾസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് ഫോർ ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പർ കാസ്റ്റ് ചിൽഡ്രൻ എപ്പോഴും പ്രൈവറ്റ് സ്കൂൾസിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. റോൾ ഓഫ് ഗവൺമെൻറ് സ്കൂൾ. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾസ് മെയിൻലി സെർവ് ചെയ്യുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സിനെയും SC/ST കമ്മ്യൂണിറ്റീസിനെയും ഗേൾസിനുമാണ്.
ഡബിൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേൾസ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മാർജിനലൈസ്ഡ് ആണ്. ഇപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ ജെൻഡർ വുമൺ ആണ്, ഗേൾ ആണെന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്, പ്ലസ് അവരുടെ കാസ്റ്റ് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും അവരുടെ കണ്ടീഷനിനെ വേഴ്സ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ മോശമാക്കുന്നുണ്ട് കൂടുതലായിട്ട്. ഇനി ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് ആൻഡ് അൺറിക്കഗ്നൈസ്ഡ് സ്കൂൾസ്. ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാം. കൂടുതലായിട്ട് ആളുകൾ പ്രൈവറ്റ് ആൻഡ് അൺറിക്കഗ്നൈസ്ഡ് സ്കൂൾസിൽ പോകുന്നു, കാരണം അവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതിന് കാരണം ഗവൺമെൻറ് സ്കൂൾസിലുള്ള ഫെസിലിറ്റീസിൻ്റെ പോരായ്മ തന്നെയാണ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട്. പ്രൈവറ്റ് സ്കൂൾസ് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും അഫോർഡബിൾ ആണ്. അപ്പോൾ പാരൻസ് ഇവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് പലപ്പോഴും വാല്യൂ കൊടുക്കുന്നത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇൻകം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് സ്കൂൾസിൻ്റെ ഒരു എക്സ്പാൻഷൻ കാണിക്കുന്നത് തന്നെ എന്താണ്? പബ്ലിക് സിസ്റ്റം എത്രത്തോളം ഒരു ഫെയിലിയർ ആണ് ഇൻ ക്വാളിറ്റി ഡെലിവറി. അതുപോലെ തന്നെ ഇൻക്രീസിങ് അവയർനെസ് അമംഗ് പാരൻസ്. എഡ്യൂക്കേഷൻ ഓഫ് മൈനോറിറ്റീസ്. എഡ്യൂക്കേഷൻ ഓഫ് മൈനോറിറ്റീസിനെ കുറിച്ച് കാര്യമായിട്ടുള്ള റിസർച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ മുസ്ലിം ഗേൾസിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് കാര്യമായിട്ടുള്ള സ്റ്റഡീസ് ഒന്നുമില്ല. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ ഡിപ്രിവേഷനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ള ആ ഡാറ്റ കാണിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ ഡിപ്രിവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി സ്കൂളിംഗ് പാറ്റേൺ ആണെങ്കിൽ പല കുട്ടികളും എസ്പെഷ്യലി ഫ്രം ദ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ മദ്രാസാസിലും മക്തബ്സിലും ഒക്കെയാണ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഗവൺമെൻറ് ഒരു മെയിൻ സ്ട്രീം സ്കൂൾസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ റീജിയണൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ ഹയർ ജെൻഡർ ഇൻഇക്വാലിറ്റി ഈ എഡ്യൂക്കേഷനുണ്ട്. അപ്പോൾ മുസ്ലിം ഗേൾസാണ് ഇവിടെ കൂടുതലായിട്ടും ഡിസഡ്വാൻറ്റേജഡ് ആയിരിക്കുന്നത്. ബാരിയേഴ്സ് ടു എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ വീടിനടുത്ത് സ്കൂൾസ് ഇല്ല, ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ ആബ്സെൻസ്, പിന്നെ ജെൻഡർ ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെൻറ്റ് ഇല്ല, കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസും പലപ്പോഴും ഗേൾസ് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ മൊബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും പെട്ടെന്ന് തന്നെ അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. പ്യൂബർട്ടി ആൻഡ് ഡ്രോപ്പ് ഔട്ട് നോക്കുകയാണെങ്കിൽ പ്യൂബർട്ടിക്ക് ശേഷം പലരും സ്കൂൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യുന്നുണ്ടില്ല. ഡിസേബിൾഡ് ഗേൾസും ഹൈ ലെവൽ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഡിസേബിൾഡ് ചിൽഡ്രൻ പലപ്പോഴും സീരിയസ് എഡ്യൂക്കേഷണൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. ഡിസേബിൾഡ് ഗേൾസിന് 54% ഓഫ് ദി ഡിസേബിൾഡ് പോപ്പുലേഷൻ. പക്ഷേ അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ബോയ്സിനേക്കാൾ, ഇപ്പോൾ ഡിസേബിൾഡ് പോപ്പുലേഷനിൽ 54% ഗേൾസ് ആണെങ്കിൽ പോലും സ്കൂൾ പാർട്ടിസിപ്പേഷൻ ബോയ്സിനേക്കാളും വളരെ കുറവാണ്. ഡാറ്റ എവിഡൻസ് പറയുന്നത് ഇപ്പം 472 ബോയ്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 1991 ഡാറ്റ അനുസരിച്ച് 303 ഗേൾസ് മാത്രമാണ് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ സിറ്റുവേഷൻ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പല മേജർ കൺസേൺസും ഉണ്ട്. അടുത്തത് സ്കൂൾ അവൈലബിലിറ്റിയാണ്. 1990s കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പ്രൈമറി സ്കൂൾസിൽ 14.99% അവരുടെ എണ്ണത്തിൽ കൂടിയിട്ടുണ്ട്. 51%ഓളം സെക്കൻഡറി സ്കൂൾസിൽ എണ്ണത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പോഴും എന്താണ്, സ്കൂൾ 1 കിലോമീറ്ററിനടുത്ത് പ്രൈമറി സ്കൂൾ വേണം, അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂൾ വിത്തിൻ 3 കിലോമീറ്റർ വീടിനടുത്ത് വേണം തുടങ്ങിയ നിയമങ്ങളൊന്നും അത്ര ശാശ്വതമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. ഇനി മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനാണ് അത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. SC/ST കമ്മ്യൂണിറ്റീസിനെ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയസിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ജാർഖണ്ഡിൽ ഏകദേശം നിയർ ബൈ പ്രൈമറി സ്കൂൾസ് 23% ഇല്ല, അപ്പർ പ്രൈമറി സ്കൂൾസ് 39% ഇത്ര തൊട്ടടുത്ത് എന്നുള്ളത് ഇല്ല. ഇനി ആൾട്ടർനേറ്റീവ് സ്കൂളിംഗ് സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പല സ്കീമും അതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. EGS, AIE സ്കീംസൊക്കെ. ഇവിടെ സിംഗിൾ ടീച്ചർ സ്കൂൾസ് ആണ്, പ്രോപ്പർ ബിൽഡിംഗ് ഉണ്ടാവില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല, ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, അൺട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരിക്കും, പുവർ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആയിരിക്കും. ക്വാളിറ്റിയേക്കാളും കൂടുതൽ സ്കൂൾസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഫോക്കസ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ NSS ഡാറ്റ പ്രകാരം ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇപ്പോഴും ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടൻഷൻ റേറ്റ് വളരെ കുറവാണ്. ഈ ഡ്രോപ്പ് ഔട്ടിന് ബോയ്സിൻ്റെ കാരണം എക്കണോമിക് പ്രഷറാണ്. ഏകദേശം 40% ബോയ്സ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 10 to 14 years ഒരു ഹൗസ് ഹോൾഡ് ഇൻകം ഇല്ല, അപ്പോൾ ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട് ഗേൾസിൽ നോക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി ആണ്. 10 മുതൽ 14 വയസ്സുള്ള ഗേൾസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള കാരണം വീട്ടിലെ ജോലി ചെയ്യാൻ ആളില്ല, അപ്പോൾ ഡൊമസ്റ്റിക് കോഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 11% ഓഫ് റൂറൽ ഗേൾസും 17% ഓഫ് അർബൻ ഗേൾസും ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ലാക്ക് ഓഫ് വാല്യൂ ഫോർ എഡ്യൂക്കേഷന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല. അർബനിലാണെങ്കിൽ 11% ബോയ്സും 10% ഗേൾസും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. റൂറൽ ഏരിയയിൽ 7% ബോയ്സും 9% ഗേൾസും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ ജെൻഡർ ഡിഫറൻസ് ഡ്രോപ്പ് ഔട്ടിൽ വരാൻ കാരണം ബോയ്സിന് എക്കണോമിക് റീസൺസ് ആണെങ്കിൽ ഗേൾസിന് കൂടുതലായിട്ടും സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് റോൾസ് കാരണമാണ്. അടുത്ത ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ക്ലാസ് റൂംസ് ആൻഡ് സ്കൂൾസ്. സോഷ്യലൈസേഷൻ ആൻഡ് ജെൻഡർ റോൾസ്. ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ജെൻഡർ സ്റ്റീരിയോടൈപ്പിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ലേണിംഗ് എബിലിറ്റി, കോൺഫിഡൻസ്, വേൾഡ് വ്യൂ ഓഫ് ചിൽഡ്രനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇത് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ്.
ഇനി ക്ലാസ് റൂം എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് കൂടുതലായിട്ടും ബോയ്സിനെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സ്പോർട്സിനൊക്കെ വേണ്ടി എൻകറേജ് ചെയ്യും. പെൺകുട്ടികളെ ഡാൻസിനും മ്യൂസിക്കിനും ആർട്ടിനും വേണ്ടിയിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ജെൻഡർ അനുസരിച്ചിട്ടായിരിക്കും. സെപ്പറേറ്റ് ലൈൻസ് ഒക്കെ ആയിരിക്കും അസംബ്ലീസിൽ ഉണ്ടാവുക. ഇനി ലാംഗ്വേജ് ആൻഡ് ലേബിൾസ് നോക്കുകയാണെങ്കിൽ ഗുഡ് ഗേൾ, സ്മാർട്ട് ബോയ്, നല്ല പെൺകുട്ടി, സ്മാർട്ടായിട്ടുള്ള ബോയ്. അപ്പോൾ ഇതെല്ലാം കുട്ടികളെ ജെൻഡറിനെ കുറിച്ച് കോൺഷ്യസ് ആക്കുന്നുണ്ട്. അവരുടെ ബിഹേവിയറും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയായിട്ട് അവിടെ ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ കൂടുതൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, ഇൻക്ലൂസീവ് പ്രാക്ടീസസ് കൊടുക്കണം, ഫോക്കസ് എന്തിലായിരിക്കണം, എബിലിറ്റിയിലായിരിക്കണം, ജെൻഡറിലായിരിക്കരുത്. വേസ് ടു അവോയ്ഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ഇൻ ക്ലാസ് റൂം. എപ്പോഴും ഒരു നോൺ ബയസ്ഡ് അപ്രോച്ച് എടുക്കുക. ബോയ്സ് ഗേൾസ് എന്ന് റെഫർ ചെയ്യുന്നത് നിർത്തുക. അതിന് പകരം നെയിംസ് യൂസ് ചെയ്യുക. പിന്നെ ഗുഡ് ജോബ് മീന, അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗുഡ് ഗേൾ, നല്ല പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഗുഡ് ജോബ് മീന, ഗുഡ് ജോബ് അശ്വതി, അങ്ങനെയൊക്കെ അവോയ്ഡ് ട്രീറ്റിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫറെൻ്റ്ലി. എല്ലാ കുട്ടികളിൽ നിന്നും സെയിം എക്സ്പെക്റ്റേഷൻ ആയിരിക്കണം ഒരു ടീച്ചർക്ക്. ഒരിക്കലും ജെൻഡർ ബേസ് ചെയ്തിട്ടായിരിക്കരുത് ഒരു വർക്ക് അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ വസ്തുക്കളൊക്കെ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സിനൊക്കെ ബോയ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ഗേൾസിന് കൊടുക്കുക. അങ്ങനെയല്ല, ഈക്വലായിട്ട് രണ്ടുപേർക്കും കൊടുക്കുക. ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് അവരുടെ എന്ത് കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം വേണം. ഡിഫറൻസസ് അക്സെപ്റ്റ് ചെയ്യണം. കോൺഫിഡൻസിനെയും ഇൻഡിവിജ്വാലിറ്റിയും പ്രൊമോട്ട് ചെയ്യണം. സ്റ്റീരിയോടൈപ്സിനെ ആക്റ്റീവായിട്ട് തന്നെ ചലഞ്ച് ചെയ്യണം. ബോയ്സ് ഡോണ്ട് ക്രൈ, ഗേൾസ് കാൻ പ്ലേ ഫുട്ബോൾ, അത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ഒന്നും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യരുത്. റിയൽ ലൈഫ് കൗണ്ടർ എക്സാമ്പിൾസ് തന്നെ നമ്മൾ കൊടുക്കണം. പ്രൊവൈഡ് റോൾ മോഡൽസ്. ഇപ്പോൾ റോൾ മോഡൽസ് കൊടുക്കുമ്പോൾ കെയർ ഗീവിങ് റോൾസിലുള്ള മെന്നിനെ കുറിച്ച് പറയാം, ലീഡർഷിപ്പ് റോൾസിലുള്ള വുമണിനെ കുറിച്ച് പറയാം. ആ ട്രഡീഷണൽ തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഈക്വൽ യൂസ് ഓഫ് സ്പേസ് ആൻഡ് റിസോഴ്സസ്. എല്ലാ സ്റ്റുഡൻസിനെയും പ്ലേ ഗ്രൗണ്ടിലേക്ക് ആക്സസ് കൊടുക്കണം, ലൈബ്രറിയിലേക്ക് കൊടുക്കണം. ഈക്വൽ ആയിരിക്കണം അത്. ഒരിക്കലും ഒരു ഡോമിനേഷൻ ഒരു ജെൻഡറിന് മറ്റൊരു ജെൻഡറിൻ്റെ മുകളിൽ കൊടുക്കരുത്. അതുപോലെ തന്നെ ബോയ്സ് ജോബ്സ്, ഗേൾസ് ജോബ്സ് തുടങ്ങിയ ടേംസും കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഒരിക്കലും ടാസ്കുകൾ ജെൻഡർ ബേസ്ഡ് ആയിരിക്കരുത്. ചെയർ ലിഫ്റ്റ് ചെയ്യാൻ ബോയ്സിനെ വിളിക്കുക, മെസ്സേജ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഗേൾസിനെ വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ജെൻഡർ ബേസ്ഡ് ഗ്രൂപ്പിംഗ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ജെൻഡർ അനുസരിച്ച് ഡിവൈഡ് ചെയ്യരുത്. ഏജ്, റോൾ നമ്പർ, ആൽഫബറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റീരിയോടൈപ്സ് ഒരിക്കലും റീഎൻഫോഴ്സ് ചെയ്യരുത്. പിന്നെ വരുന്നത് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുക. ചിൽഡ്രൻ, സ്റ്റുഡൻസ്, ഫാമിലീസ്, ജെൻഡർ സ്പെസിഫിക് ലേബൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഫെയർ ആയിട്ടുള്ള റിവാർഡ് കൊടുക്കുക. റിവാർഡും പണിഷ്മെൻറ്റ് ഒരിക്കലും ജെൻഡർ ബേസ്ഡ് ആയിരിക്കരുത്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം ഫോർ സിമിലർ ബിഹേവിയർ. ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ എമംഗ് ഗേൾസ്. ഡിസ്ക്രിമിനേഷൻ ബിഫോർ ബർത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ബർത്തിന് മുന്നേ തന്നെ പെൺകുട്ടികൾക്കെതിരെയുള്ള വേർതിരിവ് വരുന്നുണ്ട്. ഫീമെയിൽ ഫീറ്റിസൈഡ് വരുന്നുണ്ട്. സെക്സ് സെലക്റ്റീവ് അബോർഷൻ വരുന്നുണ്ട്. അതായത് ജനിക്കാനുള്ള അവകാശം പോലും നിരോധിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലീഗൽ മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ 1996 ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. അത് അൾട്രാസൗണ്ടിലൂടെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞ് ഫീറ്റസിനെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ നശിപ്പിക്കുന്ന പ്രവണത, അതിനെതിരെയുള്ള ഒരു നിയമമാണ്. അപ്പോൾ ഇതിന് ഇപ്പോഴും ലിമിറ്റഡ് സക്സസ് ഉള്ളൂ. കാരണം പലപ്പോഴും പല റൂറൽ ഏരിയയിലും ഇപ്പോഴും ഈ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ നടന്ന് പെൺകുട്ടികൾ ഭ്രൂണഹത്യ നടക്കുന്നുണ്ട്. മിസ്സിംഗ് ഗേൾസിൻ്റെ പ്രോബ്ലംസ് കൂടുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ പ്രീ ബർത്ത് സ്റ്റേജിൽ തന്നെ ഗേൾഡിൻ്റെ ഒരു ചൈൽഡ് റൈറ്റ്സ് തുടങ്ങുന്നുണ്ട്, അതിനെ തന്നെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ആണ്. ഗേൾസ് ഹെൽത്ത് ആൻഡ് മെൽന്യൂറിഷ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഫാൻറ്റ് മൊറാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 57/1000 ചിൽഡ്രൻ ബിഫോർ ഏജ് 1 ആണ് സംഭവിക്കുന്നത്. അപ്പോൾ പുവർ ഹെൽത്ത് കണ്ടീഷൻ, അത് 1000 കുട്ടികളിൽ 57 കുട്ടികൾ പോലും മരണപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എത്രത്തോളം പുവർ കണ്ടീഷനാണെന്ന് കാണിക്കുന്നത്. മാൽന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള 46% കുട്ടികൾ അണ്ടർ വെയ്റ്റ് ആണ്. ഇതിപ്പോഴും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അനീമിയയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 6 to 35 months ഉള്ള ചിൽഡ്രനിൽ 80% അനിമിക് ആണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ലെസ് ന്യൂട്രീഷൻ ആൻഡ് കെയർ ആണ് ഗേൾസിന് കിട്ടുന്നത്. കാരണം ദർ ഇസ് നോ ഗ്യാരണ്ടി ഓഫ് സർവൈവൽ, ഒരു പ്രോപ്പർ ഹെൽത്ത് കെയർ ഇല്ല എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. മിസ്സിംഗ് ഗേൾസ് ആണെങ്കിൽ ഏകദേശം 3 lakh അബൌട്ട് ഗേൾസ് ഇന്ത്യയിൽ മിസ്സിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ കീ ഇൻസൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ജെൻഡർ ബേസ്ഡ് ഫാമിലീസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി ലേബറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗേൾ ചൈൽഡ് ലേബർ പലപ്പോഴും ഹിഡൻ ആണ്, അൺനോട്ടീസ്ഡ് ആണ്. അവരിപ്പോഴും അഗ്രികൾച്ചറിലും ഹൗസ് ഹോൾഡ് എക്കണോമിക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗേൾസ് പലപ്പോഴും ഫാംസിലും ഡൊമസ്റ്റിക് ലേബറും കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ഹെൽത്ത് റിസ്കുകളും അവർക്ക് വരുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ദേ ആർ എക്സ്പോസ്ഡ് ടു പെസ്റ്റിസൈഡ്സ് ആൻഡ് എക്സ്ട്രീം ഹീറ്റ്. അവരുടെ ലങ്സിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. ഡിസിനസ്, ന്യൂസിയ, തലകറക്കം,
സ്കിൻ പ്രോബ്ലംസ്, മെൻ്റൽ സ്ട്രെസ് ഒക്കെ വരുന്നുണ്ട്. അവർ എക്സ്പ്ലോയിറ്റഡ് ആണ്, അവർക്ക് ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നു, ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ നെഗ്ലക്റ്റ് ഒക്കെ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പുവർ ആൻഡ് അൺസേഫ് കണ്ടീഷൻസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ലേബർ പലപ്പോഴും പല പെൺകുട്ടികളും വീട്ടുജോലിക്കും വീട്ടുപണിക്കുമായിട്ട് പോകുന്നുണ്ട്. അവർ ഐസൊലേഷനും അബ്യൂസും ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് ട്രാഫിക്കിംഗ് ഒരു പ്രോബ്ലം തന്നെയാണ്. ഗേൾസിനാണ് കൂടുതലായിട്ട് ട്രാഫിക് ചെയ്യുന്നത്, ചൈൽഡ് ട്രാഫിക്കിംഗ് ചെയ്യുന്നത്, മനുഷ്യക്കടത്ത് ചെയ്യുന്നത് ഫോർ സെക്സ് വർക്ക് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ട്രാഫിക്കിങ്ങിൽ വരുന്നത് പലപ്പോഴും ഓർഗനൈസ്ഡ് ക്രിമിനൽ നെറ്റ്വർക്ക്സ് ആയിരിക്കും. പലപ്പോഴും വിക്ടിംസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സഫറിങ് നേരിടേണ്ടി വരും. അവരുടെ ഫ്രീഡം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നില്ല. കണ്ടിന്യൂവേഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കോൺസിക്വൻസസും ഉണ്ട്. HIV AIDS പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചൈൽഡ് മാരേജും ഇപ്പോഴും ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ട്. ഏർലി പ്രഗ്നൻസി പലപ്പോഴും ശിശുമരണ നിരക്ക് കൂട്ടുന്നുണ്ട്. നിയോനാറ്റൽ മോർട്ടാലിറ്റി, ഗർഭത്തിൽ തന്നെ വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ വെയിറ്റ് ഭയങ്കര കുറവായിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ മോബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി, മെറ്റേണൽ അമ്മമാർ മരിക്കുന്ന സംഭവങ്ങൾ കൂടുതലാണ്. ഗേൾസ് 21 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കുകയാണെങ്കിൽ പല ഹെൽത്ത് റിസ്കുകളും അവർക്ക് വരുന്നുണ്ട്. ഇവിടെ എഡ്യൂക്കേഷനെ അത് ബാധിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഗ്ലോബൽ കൺസേൺ നോക്കുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേയിലെ 7th April അതിൻ്റെ തീം തന്നെ മേക്ക് എവറി മദർ ആൻഡ് ചൈൽഡ് കൗണ്ട്, അതായത് അവരെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ പ്രോഗ്രസിങ് നേഷനാണ് ഇൻ റെഡ്യൂസിങ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഇതിൽ താരതമ്യേന ഭേദം അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുന്നത് കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് മാത്രമാണ്. ദ ഡൈനാമിക്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂം, ജെൻഡർ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കരിക്കുലം മാറ്റിയത് കൊണ്ട് മാത്രമല്ല, അതിലൂടെ മാത്രം നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി ഇതാക്കാൻ പറ്റില്ല. നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ്, ക്ലാസ് റൂം ഇൻട്രാക്ഷൻ, ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒക്കെ മാറ്റണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഏറ്റവും കൂടുതൽ ജെൻഡർ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നത് BEd പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തന്നെയാണ്. കാരണം BEd പഠിപ്പിക്കുന്നതോടെ തന്നെ ഇത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതോടെ തന്നെ ജെൻഡർ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവർ പോയിട്ട് എങ്ങനെയാണ് സ്കൂളിലെ ജെൻഡർ ഇൻഇക്വാലിറ്റി മാറ്റുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം, ജെൻഡർ ഇക്വാലിറ്റി പലപ്പോഴും ഗേൾസിനെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ബോയ്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ബോയ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂം ഡിസ്കഷനിൽ. അപ്പോൾ ഗേൾസ് പലപ്പോഴും വിസിബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിട്ട് മാറാൻ പറ്റുന്നില്ല. ഫിസിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ആസസ് നോക്കുകയാണെങ്കിൽ ഈക്വൽ ലേണിംഗ് വേണമെങ്കിൽ സപ്പോർട്ടീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് കൊടുക്കുക, വീൽ ചെയർ അസസ് കൊടുക്കുക. ഇപ്പോൾ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് പലപ്പോഴും ഗേൾസിൻ്റെ പാർട്ടിസിപ്പേഷനെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂം ഇൻട്രാക്ഷനിൽ ബോയ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് റിസർച്ച് പറയുന്നത്. അവർക്കാണ് ഒരു ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ വരുന്നതിന് ക്ലാസ് ഡിസ്കഷൻ പലപ്പോഴും. കാരണം ടീച്ചർ ബോയ്സിനെ ആയിരിക്കും കൂടുതലായിട്ട് വിളിക്കുന്നുണ്ടാവുക, അവർക്കായിരിക്കും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കോൺഫിഡൻസും ലീഡർഷിപ്പ് സ്കിൽസും വരാറുണ്ട്. ഇത് ഗേൾസിനുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവരെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോവർ കോൺഫിഡൻസ് ആവും, അവരുടെ പാർട്ടിസിപ്പേഷൻ എക്സ്പെക്ടേഷൻസ് ഒക്കെ റെഡ്യൂസ്ഡ് ആവും. ടീച്ചർ ബിഹേവിയർ ആൻഡ് ബയസ്, അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഡിഫറെൻ്റ്ലി they may differently interact with boys and girls, but that shouldn't happen. വെൽ ഇൻറ്റൻഷൻഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരു വെൽ ഇൻറ്റൻഷൻ ആയിട്ടുള്ള ടീച്ചേഴ്സിന് പോലും ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് ഈ ബയസ് കാണിക്കാം. അത് പലപ്പോഴും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത് ഗേൾസിനാണ്. ക്ലാസ് റൂം ഒബ്സർവേഷൻസ് നോക്കുകയാണെങ്കിൽ ബോയ്സിന് കൂടുതൽ അറ്റൻഷൻ കിട്ടും, പ്രൈസ് കിട്ടും, കൂടുതൽ ഡിസിപ്ലിനറി ഇൻട്രാക്ഷൻസ് കിട്ടും. ഗേൾസ് പലപ്പോഴും പാസീവ് ആയിരിക്കും, ഇൻവിസിബിൾ ആയിരിക്കും, അണ്ടർവാല്യൂഡ് ആയിരിക്കും. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസസും ഈ ഇൻഇക്വാലിറ്റി റെയിൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. പല ലെസൺസും ബോയ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ സെക്സസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ക്ലാസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജെൻഡർ ഡിഫറൻസസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാം, കോൺഫിഡൻസ് ലെവൽസിനെ ഒക്കെ ബാധിക്കാം. ഇപ്പോൾ പെൺകുട്ടികളുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ലോ ടീച്ചർ എക്സ്പെക്ടേഷൻസ്, ലിമിറ്റഡ് ഫീഡ്ബാക്ക്, ലാക്ക് ഓഫ് എൻകറേജ്മെൻറ്റ്, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഫീമെയിൽ റോൾ മോഡൽസ് ഇൻ സബ്ജക്ട്സ് ലൈക്ക് മാത്സ് ആൻഡ് സയൻസ്. റോൾസ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് സ്പേസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓഫൺ ഡോമിനേറ്റഡ് ബൈ ബോയ്സ് ആണ്, മാർജിനലൈസ് ചെയ്യുന്നുണ്ട് ഗേൾസിനെ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കീ ഏജൻസ് ഓഫ് ചേഞ്ച് ആയിരിക്കണം. ഗേൾസും ക്യാപ്പബിൾ ആണ് എന്നുള്ളതിനെ ബിലീവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലേണിംഗ് ഔട്ട്കംസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ലേണിംഗ് ആവുകയാണ് വേണ്ടത്, അല്ലാതെ ജസ്റ്റ് ഇൻസ്ട്രക്ടേഴ്സ് ആവരുത് ടീച്ചേഴ്സ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പോളിസി ആൻഡ് ട്രെയിനിങ്, ജെൻഡർ ഈക്വാലിറ്റി പോളിസീസ് വേണം. ഈ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ടീച്ചർ പ്രാക്ടീസസിലും ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കണം. എഡ്യൂക്കേഷണൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും വരണം. വർക്കിംഗ് ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ ജെൻഡർ ഇക്വിറ്റബിൾ അപ്രോച്ച് ആയിരിക്കണം. അതൊരിക്കലും സൂപ്പർഫിഷ്യൽ ഫോക്കസ് ആയിരിക്കരുത്, ജസ്റ്റ് ഒരു ഉപരിതലത്തിൽ മാത്രമുള്ളൊരു ഇതാവരുത്. അത് പക്ഷേ ഒരിക്കലും ബോയ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതും ആവരുത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു അസസ് വേണം. കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ വേണം. സ്കൂൾസ് ജെൻഡർ ഇക്വിറ്റബിൾ ആയിരിക്കണം, അതായത് കുറച്ചും കൂടെ ഗേൾ ഫ്രണ്ട്ലി ആക്കുക. ജെൻഡർ ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള
കൾച്ചർ ഓഫ് അതോറിറ്റി, ഹൈറാർക്കി ആൻഡ് സോഷ്യൽ കൺട്രോളിനെയൊക്കെ ചലഞ്ച് ചെയ്യുക. പവർ റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല സ്കൂൾസും ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഹൈറാർക്കിയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, പവർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, ഗേൾസിനെ അല്ലെങ്കിൽ വുമണിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനൊക്കെ റിമൂവ് ചെയ്യണം, കരിക്കുലം ചേഞ്ചസ് വേണം, സ്ട്രക്ചറൽ റീഫോം വേണം, ജെൻഡർ ഇക്വാലിറ്റി വാല്യൂസിനെ അവിടെ റിഫ്ലക്ട് ചെയ്യണം, ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ പ്രാക്ടീസസ് ആയിരിക്കണം. ഇനി ഹെഡ് ടീച്ചേഴ്സിൻ്റെയും റോൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണ്ടീഷൻ, എന്തുകൊണ്ടാണ് ഈ ബുള്ളിങ്, റേസിസം, സെക്സിസം, ഹോമോഫോബിക് ബിഹേവിയർ ഒക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരം നെഗറ്റീവ് പ്രാക്ടീസസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഇഫക്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ഫോംസ് ഓഫ് ഇൻ്റർവെൻഷൻ കൊണ്ടുവരാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, സ്കൂൾസ് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിനും നോളജിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്ലാനിങ്ങിലും ഇവാലുവേഷനിലും ദേ ഷുഡ് ബി ആക്റ്റീവ്ലി ഇൻവോൾവ്. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യണം, നാരോ മൈൻഡഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും പ്രെജുഡീസസിനെയൊക്കെ ചലഞ്ച് ചെയ്യണം. കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, സോഷ്യലി അവെയർ ആയിട്ടുള്ള കുട്ടികളായിരിക്കണം. ജെൻഡർ ഇക്വിറ്റബിൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസസ് വേണം, കരിക്കുലം ഇൻക്ലൂസീവ് ആയിരിക്കണം, സ്കൂൾ ലെവൽ ആൻഡ് പോളിസി ലെവലിലൊക്കെ ഇത് വേണം, ഈ ഒരു മാറ്റം വേണം. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എഫേർട്സ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് വർക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസിൽ നടക്കണം. ജെൻഡർ ഇക്വാലിറ്റി കരിക്കുലത്തിൽ കൊണ്ടുവരണം. ഗവൺമെൻറ്റ്സ് ഒക്കെ അക്കൗണ്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആൻഡ് ഇഫക്റ്റീവ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ജെൻഡർ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷന് വേണ്ടി കൊണ്ടുവരാം. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽസ്, വുമൻസ് ഗ്രൂപ്പ്സ്, പല NGOs ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അതോറിറ്റി, അതുപോലെ എക്സ്പേർട്ട് ആയ ആളുകളെ കൊണ്ടുവന്ന് ഈ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ചലഞ്ചസ് ഇൻ കരിക്കുലം ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ കരിക്കുലം പലപ്പോഴും ഓവർലോഡഡ് ആണ്. അപ്പോൾ ജെൻഡർ ഇക്വിറ്റി പെർസ്പെക്റ്റീവും കൂടെ അതിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേറ്റ് ആൻഡ് എക്സ്പേർട്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയും ചേഞ്ചും കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര പോസിബിൾ ആയിരിക്കില്ല. ഇനി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്. സ്റ്റുഡൻസ് എസ്പെഷ്യലി ഗേൾസ് ആണെങ്കിൽ they should participate in decision making. ഗേൾസ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ചെയ്യുന്നതായിരിക്കും, അതെല്ലാം കരിക്കുലത്തിലേക്കും റെപ്രസെൻറ്റേഷനിലേക്കും കൊണ്ടുവരണം. ഈ ഏരിയാസ് ഫോർ ജെൻഡർ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കരിക്കുലം കണ്ടന്റ് ഗേൾസ്, മാർജിനലൈസ്ഡ് ആൻഡ് പുവർ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഗേൾസിനെ കൂടെ കൺസിഡർ ചെയ്യണം. റിലവൻറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് എംപവർമെൻറ്റ് ബിൽഡ് ചെയ്യണം. ലേണിംഗ് മെത്തേഡ്സിൽ ടെക്സ്റ്റ് ബുക്ക് സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ജെൻഡർ ഇമേജസ് കൊടുക്കാം. ഒരു ഡീപ്പർ ആൻഡ് മോർ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജെൻഡർ കുട്ടികൾക്ക് കൊടുക്കണം. ടീച്ചർ ഈ സ്റ്റീരിയോട്ടിപ്പിക്കൽ റെപ്രസെൻറ്റേഷനും അപ്പുറത്തേക്ക് സംസാരിക്കാനാവുന്ന ഒരു വ്യക്തിയായിരിക്കണം. ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസഡ്വാൻറ്റേജ് ലേണേഴ്സിനെ എംപവർ ചെയ്യുന്ന പോലെ ആയിരിക്കണം. ടീച്ചിങ് ഇൻ എ ലാംഗ്വേജ് നോട്ട് ഫെമിലിയർ ടു സ്റ്റുഡൻസ് പലപ്പോഴും ഒരു ഇഷ്യൂ ആണ്. ഗേൾസിനെ പലപ്പോഴും ഈ ഡോമിനൻറ്റ് ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അതിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റിൽ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ് മാത്രമാവരുത്, കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആയിരിക്കണം. ഗേൾസിനെ എൻകറേജ് ചെയ്യണം, ഈക്വൽ റെക്കഗ്നീഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ടീച്ചേഴ്സിനും പ്രോപ്പർ ട്രെയിനിങ് വേണം ഇൻ ജെൻഡർ ഇക്വിറ്റബിൾ ടീച്ചിങ്. ടീച്ചേഴ്സിന് അതിനുവേണ്ടി കോഴ്സസും പ്രാക്ടിക്കൽ ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാം. ടീച്ചേഴ്സ് എപ്പോഴും ഗേൾസുമായിട്ട് കുറച്ചും കൂടെ സംസാരിക്കണം, പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യണം, റിവാർഡ്സ് ഒക്കെ പാർട്ടിസിപ്പേഷന് വേണ്ടി കൊടുക്കണം. സോ ഇതാണ് യൂണിറ്റ് 2.